ഓക്കെ മക്കളെ, ഗുഡ് മോർണിംഗ്. സോ എല്ലാവരും ഇന്നത്തെ റിവിഷൻ ക്ലാസ് റെഡി അല്ലേ? സോ അതിന് മുന്നേ നമുക്ക് പ്രെയർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരും കണ്ണടയ്ക്കുക. മക്കളെ എല്ലാവരും കണ്ണടയ്ക്കുക. ഇനി സ്ലോലി ഒന്ന് ബ്രീത്ത് ഇൻ ചെയ്യുക. 3 സെക്കൻഡ്സ് ഒന്ന് ഹോൾഡ് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഒന്നുകൂടി ബ്രീത്ത് ഇൻ ചെയ്യുക. 3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീത്ത് ഇൻ ചെയ്യുക. 3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇനി ചുറ്റുമുള്ള ശബ്ദങ്ങളിലോട്ടൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അല്ല, ഓരോരോ ശബ്ദങ്ങളായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. ആ ഓരോ ശബ്ദവും എവിടെ നിന്നാണ് വരുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ആ ശബ്ദങ്ങളുടെ സോഴ്സ് ഐഡന്റിഫൈ ചെയ്യുക. ഇനി പതിയെ തിരിച്ചു വരിക. ഒന്നുകൂടെ ബ്രീത്ത് ഇൻ ചെയ്യുക. 3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഒന്നുകൂടി സ്ലോലി ബ്രീത്ത് ഇൻ ചെയ്യുക. 3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്യുക. വൺ മോർ ടൈം സ്ലോലി ബ്രീത്ത് ഇൻ ചെയ്യുക. 3 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവരും കണ്ണുകൾ തുറക്കുക. മക്കളെ എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്നലെ എടുത്തതൊക്കെ പഠിച്ചു എന്ന് വിചാരിക്കും. ഇതുവരെ എടുത്തതൊക്കെ ഒരുവിധം എല്ലാവരും നോക്കിയെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോ ഒരു റിവിഷൻ ക്ലാസ് പോലെയാണ്. സോ ജസ്റ്റ് നമ്മളൊന്ന് മെയിൻ കാര്യങ്ങൾ മാത്രം, ചാപ്റ്റേഴ്സിലെ മെയിൻ കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുക, കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക. അതാണ് നമ്മൾ ഈ സെഷന്റെ ഉദ്ദേശം. ഓക്കെ, സോ നമ്മൾ ഇന്നിപ്പം ഡിസ്കസ് ചെയ്യുന്ന SQL കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളുമാണ്. അത് വെച്ച് നമുക്ക് തുടങ്ങാം. ലൈക്ക് SQL വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതിന്ന് SQL നിന്നും DBMS എന്നും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ HTML റിലേറ്റഡ് ആയിട്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം SQL ആയിട്ട് ബന്ധപ്പെട്ട 2-3 ക്വറി നോക്കാം. ഓക്കെ, ഇതാ ഇതിനു മുന്നേ ഈ 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സാർ പിന്നോട്ട് മതി. ഈ 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തായിരുന്നത്. സോ ഇതൊരു കഴിഞ്ഞ വർഷത്തെ സെക്കൻഡ് ടേം എക്സാമിൽ വന്ന 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ഉള്ള ക്വറി എഴുതാൻ ഒരു ക്വസ്റ്റ്യനും, അതേപോലെ എല്ലാ ടേബിളിലെ എല്ലാ ഡാറ്റയും ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനും ആയിരുന്നു. ഓക്കെ, അങ്ങനെ മെയിനായിട്ട് SQL നിന്ന് വന്ന 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു അത്. സോ ഇതിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള നമ്മൾ ഇന്നലെ ഓൾറെഡി നോക്കിയായിരുന്നു. സോ ഇന്നലെ ജോയിൻ ചെയ്തവർക്ക് അറിയാം, ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കുറി നമ്മൾ ഇന്നലെ ഓൾറെഡി കണ്ടായിരുന്നു. അതുപോലെ ലിസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് അറിയാം. സെലക്ട് സ്റ്റാർ ഫ്രം ടേബിളിന്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ടേബിളിലെ എല്ലാ വാല്യൂസും ലിസ്റ്റ് ആവും അല്ലേ? സോ അങ്ങനെ ആ ഒരു ക്വറി എഴുതാനാണ് ആ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ പറയുന്നത്. സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ക്വറി മാത്രം എഴുതിയാൽ മതി. കൂടുതൽ അതിനെപ്പറ്റി ഒന്നും എഴുതണ്ട.
ജസ്റ്റ് ആ ക്വറി മാത്രം എഴുതുക. അപ്പോൾ ബി പാർട്ടിലെ ക്വസ്റ്റ്യന് നമ്മൾ ജസ്റ്റ് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ് എന്ന് എഴുതി സെമിക്കോളൻ ഇട്ടിട്ട് ഒരു ക്വറി എഴുതി കഴിഞ്ഞാൽ അതിന് 1.5 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. വേറെ എക്സ്ട്രാ ഒന്നും എഴുതണ്ട. ഓക്കെ, സോ ക്വറി ഒക്കെ എഴുതാൻ പറയുന്ന ക്വസ്റ്റ്യൻ ജസ്റ്റ് ക്വറി എഴുതാം. ഇതിൽ പിന്നെയെങ്കിലും കുറച്ചെങ്കിലും വലിയ ക്വറി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന എ പാർട്ടാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ. ക്രിയേറ്റ് ടേബിൾ, പിന്നെ ടേബിളിന്റെ പേരായിട്ടുള്ള സ്റ്റുഡൻറ്, പിന്നെ പാരാന്തസിന്റെ ഉള്ളിൽ നമുക്ക് ഈ പറഞ്ഞ ഇവിടെ ഓരോ കോളത്തിന്റെ പേര് പറഞ്ഞിട്ടില്ലേ, ആ ഓരോ കോളത്തിന്റെ പേര് ഡാറ്റ ടൈപ്പ് പറഞ്ഞ് കൊടുക്കുക. ലാസ്റ്റ് എല്ലാ കോളം എഴുതി കഴിഞ്ഞ് അതിന്റെ ഡാറ്റ ടൈപ്പ് എഴുതി കഴിയുമ്പോൾ പാരാന്തസിസ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇടുക. സോ അപ്പോൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ക്വറിയായി. സോ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ പാർട്ടിൽ 1.5 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് ഞാനൊന്ന് പിന്നോട്ടൊന്ന് പോവാം. സാർ ഒന്ന് പിന്നിൽ സ്ലൈഡ് രണ്ടെണ്ണം ഒന്നും കൂടി. ഓക്കെ, ഇതാ ഒരു പ്രാവശ്യം കൂടി ബാക്ക്. ഇതാ ആ ഫസ്റ്റത്തെ എ പാർട്ടിന്റെ ആൻസർ ഏകദേശം ഇങ്ങനെ ആയിരിക്കും വരിക. ലൈക്ക് കോളം പേര് നിങ്ങൾ നോക്കണ്ട, അത് ആ ക്വസ്റ്റ്യനിൽ തന്ന കോളംസ് ഏതൊക്കെയാണോ അത് മാത്രം നിങ്ങൾ ഇതേപോലെ ആഡ് ചെയ്യുക. ലാസ്റ്റ് അണ്ട് മൊത്തം ക്വറി എഴുതാം. ബാക്കിയല്ലതാ ക്രിയേറ്റ് ടേബിൾ, ടേബിൾ നെയിം, കോളത്തിന്റെ പേര്, ഡാറ്റ ടൈപ്പ്. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന എല്ലാ കോളം എഴുതിയിട്ട് പാരാന്തസിസ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇടുക. അത്രയും ക്വറി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ 1.5 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഇനി ഇൻ കേസ് നിങ്ങളടുത്ത് ഇപ്പൊ ക്വസ്റ്റ്യനിൽ പറയാണ് ഏതെങ്കിലും പർട്ടിക്കുലർ 2 കോളമാണ് ലിസ്റ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. കോളത്തിലെ വാല്യൂസ് ആണ് നിങ്ങൾ ലിസ്റ്റ് ചെയ്യാനുള്ള ക്വറിയാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ എഴുതുക. സെലക്ട്, നിങ്ങളോട് ആ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ കോളത്തിന്റെ പേര് തന്നിട്ടുണ്ടാവും, ആ കോളത്തിന്റെ പേരുകൾ മെൻഷൻ ചെയ്യുക, ഫ്രം എന്ന് എഴുതുക, എന്നിട്ട് ടേബിളിന്റെ പേര് കൊടുക്കുക. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ. സോ അതേപോലെ ആ കോളത്തിന്റെ പേര് മാത്രം മെൻഷൻ ചെയ്ത് എഴുതുക. ചിലപ്പോൾ നിങ്ങളടുത്ത് എല്ലാ വാല്യൂസും ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ് എന്ന് എഴുതുക. ഇൻ കേസ് ഏതെങ്കിലും കോളത്തിലെ വാല്യൂസ് മാത്രമായിട്ട് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആ കോളത്തിന്റെ പേര്, സ്റ്റാറിന് പകരം ആ കോളത്തിന്റെ പേര് മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കൺസ്ട്രെയിൻസ്. ഇത് നമ്മൾ കണ്ടതാണ്. കൺസ്ട്രെയിൻസ് എന്ന് വെച്ചാൽ എന്താ, ഒന്നുമില്ല, ഒരു കോളത്തിൽ അല്ലെങ്കിൽ ടേബിളിൽ നമ്മളൊരു റൂള് സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അത് കോളം കൺസ്ട്രെയിൻസും ടേബിൾ കൺസ്ട്രെയിൻസും ഉണ്ട്. ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കോളം കൺസ്ട്രെയിൻസ് ആണ്. അതാ ഈ 5 കൺസ്ട്രെയിൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ വരിക ഏതെങ്കിലും 2 കൺസ്ട്രെയിൻസിനെ കുറിച്ച് എഴുതാനായിരിക്കും, അല്ലാതെ എല്ലാം എഴുതാൻ വേണ്ടി പറയില്ല. എനി 2 കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ എനി 3 കൺസ്ട്രെയിൻസ് എന്നുള്ള രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ്. സോ ഈ കൺസ്ട്രെയിൻസ് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു അല്ലേ. സോ നോട്ട് നൾ എന്താ, ഒരു കോളത്തില് ഒരിക്കലും നൾ വാല്യൂ വരാൻ പാടില്ല എന്നുള്ള റൂള് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോട്ട് നൾ എന്നുള്ള കൺസ്ട്രെയിൻ യൂസ് ചെയ്യുന്നത്. ഇനി ഓട്ടോ ഇൻക്രിമെന്റോ, അതും ആ പേരിൽ തന്നെ ഉണ്ട്. ഒരു കോളത്തിലെ വാല്യൂ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്ത് പോകാൻ വേണ്ടി, അതായത് കൂട്ടി പോകാൻ വേണ്ടിയിട്ട് ഓരോ പ്രാവശ്യം റോ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്തും ആ പർട്ടിക്കുലർ കോളത്തിലെ വാല്യൂവിനെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന കൺസ്ട്രെയിന്റ് ആണ് ഓട്ടോ ഇൻക്രിമെന്റ് കൺസ്ട്രെയിന്റ്. ഓക്കെ, പിന്നെ യുണീക്ക് ആ പേരിൽ തന്നെ ഉണ്ട്. ഈ യുണീക്ക് എന്നുള്ള കൺസ്ട്രെയിന്റ് നമ്മൾ ഏതെങ്കിലും ഒരു കോളത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ കോളത്തിലെ വാല്യൂസ് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല അല്ലേ. യുണീക്ക് ആയിരിക്കും ഒരു കോളത്തിലെ വാല്യൂ, അതിനു വേണ്ടി സെറ്റ് ചെയ്യുന്നതാണ് യുണീക്ക് കൺസ്ട്രെയിന്റ്. സോ ഏതെങ്കിലും കോളത്തിൽ യുണീക്ക് കൺസ്ട്രെയിന്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോളത്തിൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ നോക്കിയാൽ എറർ വരും. അതായത് റിപ്പീറ്റഡ് ആയിട്ട് ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ നോക്കിയാൽ എറർ വരും. ഓക്കെ, സോ അതാണ് യുണീക്ക് കൺസ്ട്രെയിന്റ്. ഇനി പ്രൈമറി കീ നമുക്ക് ഓൾറെഡി അറിയാം, DBMS എന്ന ചാപ്റ്ററിൽ നമ്മൾ നോക്കിയ അതേ സംഭവമാണ്. അതേപോലെ ഒരു ടേബിളിലോ ഏതെങ്കിലും ഒരു കോളത്തിനെ ഒരു പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കീവേഡാണ് പ്രൈമറി കീ. ലാസ്റ്റ് ഡിഫോൾട്ട് എന്ന് പറയുന്നത് ഒരു കോളത്തില് എന്തെങ്കിലും ഒരു വാല്യൂ പ്രീസെറ്റ് ചെയ്യാൻ വേണ്ടി, നേരത്തെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി, അതായത് നമ്മൾ ഒരു വാല്യൂ ഒരു കോളത്തിന് കൊടുത്തില്ലെങ്കിൽ ഈ ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കൺസ്ട്രെയിന്റ് ആണ് ഡിഫോൾട്ട് കൺസ്ട്രെയിന്റ്. അത് നമ്മൾ എക്സാമ്പിൾ നമ്മൾ കണ്ടതായിരുന്നു. ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ
കണ്ടില്ലേ, ഇതൊരു ടേബിൾ ക്രിയേഷൻ ക്വറിയാണ്. അതിൽ തന്നെ നമ്മൾ ഈ കൺസ്ട്രെയിൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ നമ്പർ എന്താക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്, പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഓട്ടോ ഇൻക്രിമെന്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യം നമ്മൾ പുതിയ റോ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്തും അഡ്മിഷൻ നമ്പർ എന്താ ഒന്ന് ഇൻക്രിമെന്റ് ഓട്ടോമാറ്റിക് ഇൻക്രിമെന്റ് ആയി വരും. നമുക്ക് എക്സ്റ്റേണലി ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കോളത്തിലോട്ട് വാല്യൂ എക്സ്റ്റേണലി കൊടുക്കേണ്ട ആവശ്യമില്ല അഡ്മിഷൻ നമ്പറിലോട്ട്. ഓക്കെ. പിന്നെ നെയിമിൽ ഏത് കൺസ്ട്രെയിൻ കൊടുത്തതാ റെഡ് കളറിൽ മാർക്ക് ചെയ്തേക്കുന്നത് നോട്ട് നൾ. അതായത് നെയിമിൽ ഒരിക്കലും നമുക്ക് നൾ വാല്യൂ അല്ലെങ്കിൽ എം ടി വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ പറ്റൂല. എം ടി വാല്യൂവിനെയാണ് നമ്മൾ നൾ വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സോ നൾ വാല്യൂ ഒരിക്കലും നെയിം എന്നുള്ള ഇതിൽ ഇൻസേർട്ട് ചെയ്യാൻ പാടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോട്ട് നൾ എന്നിവിടെ എഴുതി കൊടുത്തത്. ഇനി ജെൻഡർ ക്യാർ ഡിഫോൾട്ട് എം, അതാ ഡിഫോൾട്ട് കൺസ്ട്രെയിന്റ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നു. അതായത് ഇൻ കേസ് നമ്മൾ ജെൻഡർ എന്നുള്ള കോളത്തിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് വാല്യൂസ് ഒന്നും പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി എം എന്നുള്ള വാല്യൂ ഇൻസേർട്ട് ആവും. ആണ് ഡിഫോൾട്ട് ആയിട്ടൊരു വാല്യൂ ഇൻസേർട്ട് ആവും. അതിവിടെ നമ്മൾ എം എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്ത് കൊടുത്തോണ്ട് ആ എം ഇൻസേർട്ട് ആവും. ഓക്കെ. സോ അതായത് മെയിൻ കുറച്ച് കൺസ്ട്രെയിൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാലോ. എന്തെങ്കിലും റൂള് നമുക്കൊരു കോളത്തിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ആ സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് പറയാം. എന്നിട്ട് ഈ 5 കൺസ്ട്രെയിൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കാം. കൺസ്ട്രെയിൻസ് എന്താണ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഏതെങ്കിലും 3 കൺസ്ട്രെയിൻറ്റിനെ പറ്റിയിട്ട് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും 3 നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഏതെങ്കിലും ഒരു 3 കൺസ്ട്രെയിൻസിനെ കുറിച്ച് എഴുതുക. ഈ ക്രിയേറ്റ് ടേബിൾ ഈ ഒരു ക്വറി ഇല്ലേ, ഇതുപോലെ ഒരെണ്ണം എക്സാമ്പിളും എഴുതി വയ്ക്കാം. ഓക്കെ. 3 കൺസ്ട്രെയിൻസിനെ കുറിച്ച് എഴുതിയിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഒരു എക്സാമ്പിൾ കൊടുക്കുക. ആ 3 കൺസ്ട്രെയിനും അപ്ലൈ ചെയ്യുന്ന രീതിയിലൊരു ടേബിളിനെ ക്വറി, ഒരു ക്രിയേറ്റ് ടേബിൾ ക്വറി എഴുതി വയ്ക്കാം. സോ അങ്ങനെയാണെങ്കിൽ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ. ഇനി ഈ ഡിസ്റ്റിങ്ക്റ്റ് കീവേഡ് എന്തിനായിരുന്നു? ഏതെങ്കിലും ഒരു കോളത്തിലെ യുണീക്ക് വാല്യൂസിനെ മാത്രം നമുക്ക് കാണണം. ഡ്യൂപ്ലിക്കേഷൻ ഒക്കെ ഒഴിവാക്കി റിപ്പീറ്റേഷൻ വാല്യൂവിന്റെ റിപ്പീറ്റേഷൻ ഒക്കെ ഒഴിവാക്കിയിട്ട് യുണീക്ക് ആയിട്ട് നമുക്ക് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് സെലക്ട് ക്വറിയിൽ യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വാല്യൂസ്. അതായത് റിപ്പീറ്റേഷൻ ഒന്നും ഇല്ലാതെ. ഇപ്പോൾ ആ ഒരു ടേബിൾ സ്റ്റുഡൻറ് എന്നുള്ള ടേബിൾ കുറേ പേര് മെയിൽ ആൻഡ് ഫീമെയിൽ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇവിടെ ആകെ മെയിലും ഫീമെയിലും ഒറ്റ പ്രാവശ്യം എഴുതിയിട്ടുള്ളൂ. കാരണം എന്താ, ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് എന്നുള്ള കീവേഡ് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് ജെൻഡർ എന്നുള്ള കോളത്തിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് യുണീക്ക് ആയിട്ടുള്ള വാല്യൂസ് ആ പർട്ടിക്കുലർ ഈ ഒരു കോളത്തിലെ യുണീക്ക് ആയിട്ടുള്ള വാല്യൂസ് മാത്രം റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിസ്റ്റിങ്ക്റ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നത്. ഇത് സെലക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ വരും എന്ന് വെച്ചാൽ ഇതേപോലെ യുണീക്ക് ആയിട്ടുള്ള വാല്യൂസിനെ സെലക്ട് ചെയ്യാന്ന് പറയും. അതായത് അല്ലെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ ഒരു കോളത്തിലെ വാല്യൂസ് ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസ്റ്റിങ്ക്റ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാം. ഇത് പക്ഷേ അങ്ങനെ അധികം ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ. പക്ഷെ ഒന്ന് അറിഞ്ഞിരിക്കുക. അഥവാ 1 വേർഡ് വന്നു കഴിഞ്ഞാൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം. ഇനി കൂടുതലായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഏതെങ്കിലും രീതിയിൽ നമ്മളിപ്പോൾ ഒരു ടേബിളൊക്കെ തന്നിട്ട് എന്തെങ്കിലും കണ്ടീഷന്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യണം, റോസിന് എടുക്കണം. സോ അങ്ങനെ ഒരു എന്തെങ്കിലും രീതിയിൽ കണ്ടീഷൻ സെലക്ട് ക്വറിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡാണ് വേർ കീവേഡ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ. അപ്പോൾ വേറെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കണ്ടീഷൻ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഈ ക്വറി നോക്കിക്കഴിഞ്ഞാൽ ജെൻഡർ എഫ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ ഡാറ്റയൊക്കെ കിട്ടാനുള്ള ഒരു ക്വറിയാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ് വേർ ജെൻഡർ ഈക്വൽ ടു എഫ്. അത് ജെൻഡർ എഫ് ആയിട്ടുള്ള എല്ലാവരുടെയും ഡാറ്റ ഇവിടെ കിട്ടും, ഫീമെയിൽ ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ. സോ ഇതേപോലെ ഏതെങ്കിലും രീതിയിൽ കണ്ടീഷൻ വെച്ചിട്ട് സെലക്ട് ചെയ്യാൻ പറയും. ചിലപ്പോൾ അഡ്മിഷൻ നമ്പർ 3 ആയിട്ടുള്ള ആളുടെ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് എടുക്കുക, അങ്ങനെയുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. ഓക്കെ. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വേർ ക്ലോസ് യൂസ് ചെയ്യണം. ഏതെങ്കിലും കണ്ടീഷന്റെ ബേസിസിൽ നമുക്ക് ടേബിളിൽ നിന്ന് ഡാറ്റ എടുക്കണമെങ്കിൽ. ഇനി കുറെ മൾട്ടിപ്പിൾ കണ്ടീഷൻ ഉണ്ടെങ്കിലോ നമുക്ക് ഒന്നില്ലെങ്കിൽ ആൻഡ് യൂസ് ചെയ്യാം. അങ്ങനത്തെ കേസിൽ നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സാണ് യൂസ് ചെയ്യുക, അല്ലെ ആൻഡ് അല്ലെങ്കിൽ ഓർ ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ ഇവിടെ ഈ ഒരു ക്വറിയിലാണെങ്കിൽ 2 കണ്ടീഷൻ ഉണ്ട്. ജെൻഡർ മെയിലാണ്, മാർക്ക് 500 മുകളിലും വേണം അല്ലേ. സോ 500 മാർക്ക് 500 കൂടുതലും മെയിൽ ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് എടുക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡന്റ്. ഇവിടെ വരെ കറക്റ്റ് ആണ്, വേറെ വരെ കറക്റ്റ് ആണ്. അതിനുശേഷം നമ്മൾ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യുക. ജെൻഡർ ഈസ് ഈക്വൽ ടു എം ആൻഡ് മാർക്ക് ഗ്രേറ്റർ ദാൻ 500. ഇത് നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ അല്ലേ. ഇതേപോലെ ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഓർ വെച്ചും ചെയ്യാം.
ഒന്നില്ലെങ്കിൽ മെയിൽ ആവാം, അല്ലെങ്കിൽ 500 മുകളിൽ മാർക്കുള്ള ആൾക്കാരെ എടുക്കുക എന്നുള്ള രീതിയിലായിരിക്കും. ഇതാ നമ്മൾ യൂഷ്വലി പ്രോഗ്രാമിംഗ് ലോജിക്കിലുള്ള സെയിം സംഭവങ്ങൾ തന്നെയാണ്, ഇത് നമ്മളന്ന് കണ്ടതുമാണ്. ഇനി അതേപോലെ നോട്ട് എന്നുള്ളൊരു ഓപ്പറേറ്റർ ഉണ്ട്, ലോജിക്കൽ ഓപ്പറേറ്റർ നോട്ട്. ഇവിടെ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ് വേർ നോട്ട് ജെൻഡർ ഈക്വൽ ടു എം എന്ന് പറയുമ്പോൾ ജെൻഡർ എം അല്ലാത്ത എല്ലാ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് അതാണ് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. സോ ആൻഡ് ഓർ ആണ് മെയിൻ ആയിട്ട് രണ്ട് കണ്ടീഷൻസിനെ ജോയിൻ ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാം, മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനിയിപ്പം വേറെ ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് നമുക്ക് ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് ഒക്കെ വെച്ചിട്ട് ഒരു കണ്ടീഷൻ എഴുതണം എന്ന് വിചാരിക്കാം. ഞാൻ കാണിച്ചു തരാം സാറേ, നെക്സ്റ്റ് സ്ലൈഡ്. സോ അങ്ങനെ വരുമ്പോൾ യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് ബിറ്റ്വീൻ കീവേഡ്. അതും എഗെയിൻ ഈ ക്വറി വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ് വേർ മാർക്സ് ബിറ്റ്വീൻ 450 ആൻഡ് 530. അതായത് 450യുടെയും 530യുടെയും ഇടയിൽ മാർക്കുള്ള എല്ലാ സ്റ്റുഡൻസിന്റെയും ഡീറ്റെയിൽസ് എടുക്കുക. അതാണ് ഈ ക്വറിയുടെ മീനിങ്. സോ ഇവിടെ ഇവിടെ ഏത് കീവേഡാണ് യൂസ് ചെയ്തത്? ബിറ്റ്വീൻ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തു അല്ലേ? ബിറ്റ്വീൻ രണ്ട് വാല്യൂസിന്റെ ഇടയിലുള്ള ഏതൊക്കെയാണ് വരുന്നത് അതിനെടുക്കാൻ വേണ്ടിയിട്ട് ബിറ്റ്വീൻ 450 ആൻഡ് 530. വേർ കോളം നെയിം ബിറ്റ്വീൻ രണ്ട് വാല്യൂസ്. സോ രണ്ട് വാല്യൂസിന്റെ ഇടയിൽ വരുന്ന അതിന്റെ ഡീറ്റെയിൽസ് റെക്കോർഡ്സ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന കീവേഡാണ് ബിറ്റ്വീൻ. ഓക്കെ, സോ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വരാൻ ചാൻസ് കുറവാണ്. ലൈക്ക് ബേസിക്കലി നിങ്ങൾക്ക് സിമ്പിൾ ക്വറീസ് ആയിരിക്കും എന്തായാലും ഈ ഒരു സെക്കൻഡ് ടേമിന് വരിക. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ ഇനി ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് തന്നിട്ടുണ്ട്, അതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനാണെങ്കിൽ യൂസ് ചെയ്യുന്ന കീവേഡാണ് IN എന്നുള്ള കീവേഡ്. അത് ഞാൻ കാണിച്ചു തരാം, അപ്പോൾ മനസ്സിലാവും. ഇവിടെ പരാന്തസിന്റെ ഉള്ളിൽ രണ്ട് വാല്യൂസ് ഉണ്ടല്ലോ, ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് ഉണ്ട് ഇവിടെ. സോ ഇവിടെ നോക്ക്, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ് വേർ നെയിം ഇൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലിസ്റ്റ് ഓഫ് വാല്യൂസ് കൊടുത്തേക്കാം. ഈ ഇൻ എന്നുള്ള കീവേഡാണ് ഈ ലിസ്റ്റ് ഓഫ് വാല്യൂസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഈ രണ്ട് വാല്യൂസ് ഉള്ള, അതായത് നെയിം ഈ രണ്ട് വാല്യൂസിൽ ഏത് വന്നാലും നമ്മൾ എന്ത് ചെയ്യും? ലിസ്റ്റ് ചെയ്യും. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ? സോ ഈ ബ്രാക്കറ്റിനുള്ളിൽ കൊടുത്ത ലിസ്റ്റിൽ പെട്ട നെയിംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. അതിനാണ് ഈ ക്വറി. മൾട്ടിപ്പിൾ, ഇപ്പോൾ നമുക്ക് എത്ര പേര് വേണമെങ്കിലും നമുക്ക് ഈ പാരാന്തസിന്റെ ഉള്ളിൽ കൊടുക്കാം. സോ അതൊക്കെ ചെക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസിന് ഒറ്റയടിക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻ എന്നുള്ള കീവേഡ് നമ്മൾ യൂസ് ചെയ്യുക. ഒരു റേഞ്ച് ചെക്ക് ചെയ്യാൻ ബിറ്റ്വീൻ യൂസ് ചെയ്യും, ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് ചെക്ക് ചെയ്യാൻ ഇൻ യൂസ് ചെയ്യും. ഓക്കെ, ഇനിയിപ്പം അടുത്ത ഒന്നാണ് ലൈക്ക് കീവേഡ്. അതെന്ന് വെച്ചാൽ ബേസിക്കലി നമ്മളിപ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത്, ഇപ്പം നമ്മൾ ഫോണിലെ കോൺടാക്ട് ഒക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പേരിന്റെ ആദ്യം അടിക്കുമ്പോൾ തന്നെ, ഫസ്റ്റ് അക്ഷരം അടിക്കുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കോൺടാക്ട്സ് ലിസ്റ്റ് ചെയ്ത് വരും അല്ലേ? അതല്ല, നിങ്ങളിപ്പോൾ ഇൻസ്റ്റയിൽ നിങ്ങൾ സെർച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ നിങ്ങൾ ആരെങ്കിലും പ്രൊഫൈലിന്റെ പേരിന്റെ തുടക്കം, പ്രൊഫൈൽ ID-യുടെ തുടക്കത്തിലുള്ള 2 ലെറ്റർ അടിച്ചാൽ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ പേരുടെ ഇത് ലിസ്റ്റ് ചെയ്ത് വരും അല്ലേ? സോ അതേപോലെ നമുക്ക് ടേബിളിൽ നമുക്ക് അതേപോലെ മാച്ച് ചെയ്യിക്കാം. അതായത് ഇപ്പൊ ഇവിടെ ഞാൻ സെലക്ട് നെയിം മാർക്സ് ഫ്രം സ്റ്റുഡൻറ് വേർ നെയിം ലൈക്ക് എന്നിട്ടിട്ട് സിംഗിൾ കോട്ടിൽ R% എന്നിട്ടിട്ടുണ്ട്. ഇതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ 6 വെച്ച് തുടങ്ങുന്ന നെയിംസ് ഉള്ള ആൾക്കാരുടെ നെയിമും മാർക്കും ലിസ്റ്റ് ചെയ്യുക. ഇവിടെ കണ്ടില്ലേ റിസൾട്ട് കണ്ടില്ലേ? 2 പേര് വന്നു, രണ്ടും തുടങ്ങുന്ന എന്താ 6 വെച്ചിട്ടാണ്. അതെന്തുകൊണ്ടാണ്? നമ്മളിവിടെ ലൈക്ക് എന്നിട്ടു, എന്നിട്ട് സിംഗിൾ കോട്ടിൽ R എന്നിട്ടിട്ട് പെർസെൻറ്റേജ് ഇട്ടു. പെർസെൻറ്റേജ് കൊണ്ട് അർത്ഥം 6 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, അതിനുശേഷം എത്ര ലെറ്റേഴ്സ് വേണമെങ്കിലും വരാം. ഓക്കെ, പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ എനി നമ്പർ ഓഫ് ലെറ്റേഴ്സ് വരാം. സോ പക്ഷേ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? 6 ആയിരിക്കണം. ഓക്കെ, R% എന്നിട്ടതുകൊണ്ട് 6 തുടങ്ങുന്ന എല്ലാ പേരും ലിസ്റ്റ് ചെയ്തു, പേരും മാർക്സും ലിസ്റ്റ് ചെയ്തു. പേരും മാർക്സ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരുന്നത്, അത് ലിസ്റ്റ് ചെയ്തു. ഓക്കെ, സോ ആ ഒരു കൈൻഡ് ഓഫ് എക്സാക്ട് മാച്ച് അല്ലാതെ ഒരു അപ്രോക്സിമേറ്റ് മാച്ച് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ലൈക്ക് കീവേഡ് നമ്മൾ യൂസ് ചെയ്യുക. എക്സാക്ട് മാച്ച് അല്ല കേട്ടോ. എക്സാക്ട് മാച്ച് നമ്മളെപ്പോഴും ഈക്വൽ ടു സിമ്പിൾ അല്ലേ യൂസ് ചെയ്യുക. പക്ഷെ ഇവിടെ ഒരു അപ്രോക്സിമേറ്റ് ഏകദേശം ഉള്ളൊരു മാച്ചിങ് കണ്ടുപിടിക്കാനാണ് ഈ ലൈക്ക് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക. ഓക്കെ,
സോ ഇതേപോലെ ഇനിയിപ്പോൾ നമ്മൾ RO എന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കാം. അതിന്റെ അർത്ഥം എന്താ? RO എന്നുള്ള ലെറ്റേഴ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പേരുള്ള ആൾക്കാരുടെ പേരും മാർക്കും ലിസ്റ്റ് ചെയ്യുക. അതാണ് അതിന്റെ അർത്ഥം. ഇവിടെ എന്താ RO കൊടുത്തിട്ടുണ്ട്, പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട്. RO എന്ന് പറഞ്ഞ് തുടങ്ങണം, ബാക്കി എന്തും ആവാം. അതാണ് പെർസെൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ROന് ശേഷം ഇനി ബാക്കി അങ്ങോട്ട് ഏത് ലെറ്റേഴ്സ് വേണമെങ്കിലും ആവാം, അത് കാണിക്കാൻ പെർസെൻറ്റേജ്. സോ RO വെച്ച് തുടങ്ങുന്ന ഒരു പേരേ ഉള്ളൂ. സോ അതുകൊണ്ട് അത് മാത്രം ലിസ്റ്റ് ചെയ്തു. ഓക്കെ, സോ അങ്ങനെ നമുക്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലൈക്ക് കീവേഡ് യൂസ് ചെയ്യുന്നതും അതേപോലെ ഈ പെർസെൻറ്റേജ് സിമ്പിളൊക്കെ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ROയിൽ തുടങ്ങണം, എക്സാക്ട്ലി 4 അക്ഷരമുള്ള വാക്ക് നെയിം ആയിട്ട് നമുക്ക് മാച്ച് ചെയ്യണം എന്ന് വിചാരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ ഈ പെർസെൻറ്റേജിന് പകരം നമ്മൾ എന്ത് ചെയ്യും? അണ്ടർസ്കോർ 2 പ്രാവശ്യം ഇടുക. RO എന്ന് കഴിഞ്ഞിട്ട് ഈ പെർസെൻറ്റേജിന് പകരം അണ്ടർസ്കോർ 2 തവണ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ROയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതും അതിനുശേഷം 2 ലെറ്റേഴ്സും മാത്രമുള്ള നെയിം സെലക്ട് ചെയ്യുക എന്നാവും. ഓക്കെ, പെർസെൻറ്റേജിന് പകരം അണ്ടർസ്കോർ യൂസ് ചെയ്താൽ ഓരോ അണ്ടർസ്കോറും ഓരോ ലെറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യും. സോ RO അണ്ടർസ്കോർ എന്നാണെങ്കിൽ ROയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതെങ്കിലും നെയിമും പിന്നെ അതിനുശേഷം ആകെ 2 ലെറ്റേഴ്സും പാടുള്ളൂ, കാരണം 2 അണ്ടർസ്കോർ മെൻഷൻ ചെയ്തുകൊണ്ട്. ഓക്കെ, സോ അങ്ങനെയുള്ള ഇത് നെയിംസ് മാച്ച് ചെയ്ത് വരും. ഇതിപ്പോൾ പെർസെൻറ്റേജ് യൂസ് ചെയ്തുകൊണ്ട് ROന് ശേഷം എത്ര ലെറ്റേഴ്സ് വേണമെങ്കിലും ആവാം. RO വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ മതി എന്ന് മാത്രമേ ഉള്ളൂ കണ്ടീഷൻ. ഓക്കെ, സോ അതാണ് ലൈക്ക് കീവേഡും അത് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ഇങ്ങനെ മാച്ചിങ് കണ്ടുപിടിക്കുന്നതും. ഓക്കെ, മെയിൻ ആയിട്ട് പെർസെൻറ്റേജും അണ്ടർസ്കോറും ആണ് നമ്മൾ സിമ്പിൾസ് യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ ഈ പെർസെൻറ്റേജ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇപ്പുറത്ത് യൂസ് ചെയ്യാം കേട്ടോ, സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇതിന് പകരം ഞാനിപ്പോൾ പറഞ്ഞ ഒന്നുകൂടി പറയാം, മറ്റേ ആ ഒരു അണ്ടർസ്കോറിന്റെ കേസ് ഒന്നുകൂടി പറയാം. ഇതല്ല RO അണ്ടർസ്കോർ എന്നിട്ടിട്ടാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. ഇതല്ല, അങ്ങനെയാണെങ്കിലാണ് ROയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2 ലെറ്റേഴ്സ് ഉള്ള ഏത് നെയിമും മാച്ച് ചെയ്ത് സെലക്ട് ചെയ്ത് വരും. ഇനിയിപ്പോൾ ഇവിടെ 1 മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഒരു അണ്ടർസ്കോറേ കൊടുത്തുള്ളൂ എന്ന് വിചാരിക്കുക. നമ്മളെ ടേബിൾ പ്രകാരം ഒറ്റ ഡേറ്റ നമുക്ക് കിട്ടൂല. RO കഴിഞ്ഞിട്ട് ഒരു ലെറ്ററും കൂടെ ഉള്ള പേര് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ഇവിടെ, ഒറ്റ അണ്ടർസ്കോർ ആയതുകൊണ്ട്. സോ എന്താ, അങ്ങനെ ഒരു പേര് നമ്മളെ ടേബിളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും റിട്ടേൺ ചെയ്യില്ല. ഇനി നമ്മൾ പെർസെൻറ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുക എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെയിം എന്നുള്ള കോളത്തിൽ RO എന്ന് ഉള്ള ഒരു ലെറ്റേഴ്സ് ഉള്ള ഏത് നെയിമും സെലക്ട് ചെയ്ത് വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോ പെർസെൻറ്റേജ് OP എന്ന് പറഞ്ഞു കൊടുക്കുക. ഇതിന്റെ അർത്ഥം ഈ OP എന്നുള്ള 2 ലെറ്റേഴ്സ് വരുന്ന ഏത് വേർഡും ഇതുമായിട്ട് മാച്ച് ആവും. അതായത് ഇപ്പം ഇതുമായിട്ട് മാച്ച് ആവാൻ ചാൻസ് ഉള്ള വേർഡാണ് ടോപ്പ്, പിന്നെ വേണമെങ്കിൽ ഹോപ്പ്, ഓപ്ഷൻ. കണ്ട, സോ ഇതിലൊക്കെ എന്താ OP ഉണ്ട്. അതിന് തുടക്കവും ലാസ്റ്റും എന്തും ആവാം, അത് നോക്കണ്ട. ഈ OP എന്നുള്ള വാക്ക് ഉണ്ടായാൽ മതി അതിനകത്ത്, അല്ലെങ്കിൽ ഈ OP എന്നുള്ള 2 ലെറ്റേഴ്സ് അടുപ്പിച്ചുണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ അതിനകത്ത് മാച്ച് ആവും. ഇതിലെന്താ, ഇതിൽ ഈ ഹോപ്പ് എന്നുള്ളതിൽ ഇതാ നടുക്ക് OP ഉണ്ട് അല്ലേ, സോ അതും മാച്ചാണ് ഈ ഒരു ഇങ്ങനെ ഒരു കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ. അതേപോലെ ഓപ്ഷൻ എന്നുള്ളതിൽ ആദ്യം OP ഉണ്ട്. സോ ആ OP എന്നുള്ള പാറ്റേൺ ഇതിലെല്ലാത്തിലും അവിടെ എവിടെയൊക്കെ ആയിട്ടുണ്ട് അല്ലേ, സോ അതൊക്കെ ആയിട്ട് മാച്ച് ആവും. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുക്കണമെന്ന് വിചാരിക്കാം. അണ്ടർസ്കോർ OP എന്ന് പറഞ്ഞ് കൊടുത്തു. ഇതിൻ്റെ അകത്ത് എന്താ, ഈ OPക്ക് മുന്നേ ആകെ ഒരു ലെറ്ററേ പാടുള്ളൂ, ഒരു അണ്ടർസ്കോർ ഞാൻ കൊടുത്തത്, അതുകൊണ്ട് OPക്ക് മുന്നേ ആകെ ഒരു ലെറ്ററേ പാടുള്ളൂ. സോ ഇതിൽ ഏതൊക്കെ മാച്ച് ആവും? ടോപ്പ് മാച്ച് ആവും അല്ലേ, ഇതിന് മുന്നേ ആകെ ഒരു ലെറ്ററേ ഉള്ളൂ, ടോപ്പ് ഇതിനായിട്ട് മാച്ച് ആവും. ഇത് മാച്ച് ആവോ? രണ്ടാമത്തെ മാച്ച് ആവില്ല, കാരണം എന്താ, OP കഴിഞ്ഞിട്ടും ലെറ്റർ ഉണ്ട്. ഇതുവരെ
ഇത്ര ആയിരുന്നെങ്കിൽ മാച്ച് ആയാനെ, പക്ഷെ ഇത് കഴിഞ്ഞിട്ടും ലെറ്റർ ഉള്ളതുകൊണ്ട് മാച്ച് ആവില്ല. അതേസമയം ഇങ്ങനെ കൊടുക്കാന്ന് വിചാരിക്കും നമ്മള്. ഇങ്ങനെ കൊടുക്കാന്നുണ്ടെങ്കിൽ ഒ പിക്ക് മുന്നേ ഒരു ലെറ്റർ ഓക്കെയാണ്, ഒരു ലെറ്റർ പാടുള്ളൂ. ഒ പിക്ക് ശേഷം എത്ര ലെറ്റേഴ്സ് വേണമെങ്കിലും ആവാം. അങ്ങനെയാണെങ്കിൽ എന്താവും, ഇതും മാച്ച് ആവും, ഇതും മാച്ച് ആവും അല്ലേ? ഇത് മാച്ച് ആവോ? ഇല്ല, കാരണം ഒ പിക്ക് മുന്നേ ഒരു ലെറ്റർ വേണം എന്തായാലും, കാരണം നമ്മളിവിടെ അണ്ടർസ്കോർ കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇത് മാച്ച് ആവില്ല, ബാക്കിയെല്ലാം മാച്ച് ആവും. ഇനി സോ ഇതാണ് മെയിൻ ആയിട്ട് അണ്ടർസ്കോറും പെർസെൻറ്റേജും യൂസ് ചെയ്യുന്നതിന്റെ അർത്ഥം. അണ്ടർസ്കോർ എന്ന് പറയുമ്പോൾ കറക്റ്റ് എത്ര അണ്ടർസ്കോർ ആണോ മെൻഷൻ ചെയ്ത് അത്രയും ലെറ്റേഴ്സ് പാടുള്ളൂ എന്നുള്ളത് നമ്മളിങ്ങനെ കുറച്ചും കൂടി ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറയാണ്. പെർസെൻറ്റേജ് ആണെങ്കിൽ കുറച്ചുകൂടി ലിബറൽ ആണ്, എത്ര ലെറ്റേഴ്സ് വേണമെങ്കിലും ഉണ്ടാവാം എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതിന്റെ ഡിഫറൻസ് മനസ്സിലായോ? അങ്ങനെ ഹായ് കാണിച്ചേ. ഓക്കെ, സോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വരാൻ ചാൻസ് കുറവാണ്, പക്ഷെ നമ്മൾ നോക്കി വെക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും ഇത് പഠിക്കാനുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ പാറ്റേൺ മാച്ചിങ് നടത്തുക SQL-നകത്ത്. ഓക്കെ, സോ പാറ്റേൺ മാച്ചിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് ലൈക്ക് എന്നുള്ള കീവേഡ്. ലൈക്ക് എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ മെൻഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്മൾ കൊടുക്കുന്ന പാറ്റേണിനനുസരിച്ച് നമുക്ക് ഡേറ്റാസ് സെലക്ട് ആക്കാൻ പറ്റും. പല പാറ്റേണും ലൈക്ക് എക്സാക്ട് മാച്ച് അല്ല നമ്മൾ ലൈക്കിൽ നോക്കുക. എക്സാക്ട് മാച്ച് ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഈക്വൽ ടു വെച്ചിട്ടാണ് മാച്ച് ചെയ്യിക്കുക. എക്സാക്ട് മാച്ച് അല്ലാത്ത കേസുകളിൽ യൂസ് ചെയ്യുന്ന കീവേഡാണ് ലൈക്ക് എന്നുള്ള കീവേഡ്. ഓക്കെ, അതിൽ മെയിൻ ആയിട്ട് രണ്ട് സിമ്പിൾസ് യൂസ് ചെയ്യും നമ്മൾ, പെർസെൻറ്റേജും അണ്ടർസ്കോറും. അണ്ടർസ്കോർ എന്ന് വെച്ചാൽ നമുക്ക് എക്സാക്ട് നമ്പർ ഓഫ് ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അണ്ടർസ്കോറും, കുറച്ചും കൂടി ഫ്രീ ആയിട്ട് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെർസെൻറ്റേജും യൂസ് ചെയ്യും. ഓക്കെ, ഇനി നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത് അറേ എങ്ങനെ അറേ അല്ല, നമ്മളെ ടേബിളിലെ ഡേറ്റാസ് എങ്ങനെ സോർട്ട് ചെയ്യാന്നുള്ളതാണ്. അത് സിമ്പിളാണ്. നമുക്ക് അതിന് വേണ്ടി യൂസ് ചെയ്യേണ്ട കീവേഡ് ആണ് ഓർഡർ ബൈ. ഓർഡർ ചെയ്യുക, അറേയിലെ വാല്യൂസിനെ ഓർഡർ ചെയ്യാൻ വേണ്ടി. ഓർഡർ ചെയ്യാൻ മീൻസ് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ഓർഡർ ചെയ്യുന്നതിനാണ് സോർട്ടിങ് എന്ന് പറയാം അല്ലേ? സോ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് ഓർഡർ ബൈ എന്നുള്ള കീവേഡ്. സോ അസെൻഡിങ് ആണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ് ആദ്യത്തെ ക്വറി കാണിക്കുന്നത്. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് ആണ് നമ്മൾ ഈ ഓർഡർ ബൈ എപ്പോഴും കൊടുക്കുക. ഓക്കെ, ഓർഡർ ബൈ ഏതിന്റെ ബേസിസിലാണ് നമുക്ക് സോർട്ട് ചെയ്യേണ്ടത്, ആ കോളത്തിന്റെ പേര് ലാസ്റ്റ് എഴുതുക. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, നെയിം എന്നുള്ള കോളത്തിന്റെ ബേസിസിൽ ഇവിടെ സോർട്ട് ചെയ്തേക്കുന്നത്. സോ ഇതിപ്പോ എന്താവും, ആൽഫബറ്റിക് ഓർഡറിൽ ABCD എന്നുള്ള ഓർഡറിൽ നമ്മളെ നെയിമിന്റെ ബേസിൽ സോർട്ട് ആവും. ഓക്കെ, ഇനി ഇത് ഡിസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ലാസ്റ്റ് എന്ത് ചെയ്യുക, ക്വറി സെയിം തന്നെ, ലാസ്റ്റ് എന്ത് ചെയ്യുക, DESE, ഡിസെൻഡിങ് എന്നുള്ള ഷോർട്ട് ആക്കിയിട്ട് DESE എന്ന് കൊടുക്കുക. സോ അതിനെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, SQL ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യും. ഓക്കെ, സോ ഓർഡർ ബൈ ആണ് സോർട്ട് ചെയ്യാനുള്ളത്. അതിൽ നമ്മൾ ജസ്റ്റ് ഓർഡർ ബൈ കോളത്തിന്റെ പേര് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ആവും. ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ആവണമെങ്കിൽ അഡീഷണലി DESE എന്നുള്ള കീവേഡ് കൂടി ചേർത്ത് കൊടുക്കുക ലാസ്റ്റിൽ. ഓക്കെ, സിമ്പിൾ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് SQL മറ്റേ നമ്മൾ ജാവയിലും ജാവാസ്ക്രിപ്റ്റിലും C++ലൊക്കെ കണ്ട പോലെ തന്നെ SQL-ലും കുറച്ച് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ ബിൽറ്റ് ഇൻ ഫങ്ഷൻസിനെ കുറിച്ച് നോക്കാം. പക്ഷെ അതിനെ SQL നമ്മൾ വിളിക്കുന്ന പേരാണ് അഗ്രിഗേറ്റ് ഫങ്ഷൻസ്. ഇതും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ് ഇയറിൽ. എന്ന് വെച്ചാൽ ചോദിച്ചേക്കുന്നത് ഇങ്ങനെയാണ്, റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ എനി ടു അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഇൻ SQL അങ്ങനെ പറഞ്ഞേക്കുന്നത്. എനി ടു, നിങ്ങൾക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് കാണുന്നത് അങ്ങനെയാണ്, എനി ടു, എനി ത്രീ, ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 4 പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കൂടുതൽ കണ്ടേക്കുന്നത്. സോ മെയിൻ ആയിട്ടുള്ള അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് ആണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റത്തത് സം എന്നുള്ളത്, നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിളിലോട്ട് പോവാം, ഒന്നുകൂടി മനസ്സിലാവും. എന്താ നമ്മൾ നേരത്തെ കണ്ടതിൽ കുറച്ച് ഫങ്ഷൻസ് ആയിരുന്നു. സം എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്, മിൻ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട് മിനിമം കണ്ടുപിടിക്കാൻ, മാക്സ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട് മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ, AVG എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട് ആവറേജ് കണ്ടുപിടിക്കാൻ.
ഓക്കെ, അതുപോലെ കൗണ്ട് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്, നമ്മളൊരു കോളത്തിലെ വാല്യൂസിന്റെ കൗണ്ട് കണ്ടുപിടിക്കാൻ. ഓക്കെ, അങ്ങനെ മെയിൻ ആയിട്ട് ഇത്രയും ഫങ്ഷൻസ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് സം എന്നുള്ള ഫംഗ്ഷൻ എന്തിനാന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കോളത്തിലെ എല്ലാ വാല്യൂസിന്റെയും കൂടി സം എടുക്കണമെങ്കിൽ നമുക്ക് ഈ സം എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സോ അത് സം എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് മാർക്സ് എന്ന് പറഞ്ഞ കോളം സ്റ്റുഡൻസിന്റെ ടേബിൾ ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനത്തെ കേസിൽ ഇപ്പോൾ എനിക്ക് ആ എല്ലാ സ്റ്റുഡൻസിന്റെയും ടോട്ടൽ മാർക്സ്, ലൈക്ക് ഒരാളുടെ ടോട്ടൽ മാർക്ക് അല്ല, എല്ലാ സ്റ്റുഡൻസിന്റെയും കൂടി ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വറി എഴുതണം എന്ന് വിചാരിക്കാം. ആ സമയം നമുക്ക് സം എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഞാൻ കാണിക്കാം എങ്ങനെ എഴുതാന്നുള്ളത്. സെലക്ട് സം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ സം എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക, സം എന്നുള്ള ഫംഗ്ഷൻ. ഇനി ഏത് കോളത്തിന്റെ വാല്യൂസിന്റെ സം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? മാർക്സ് എന്ന കോളത്തിന്റെ ആണ് അല്ലെ. സോ മാർക്സ് എന്ന് കൊടുക്കാം. ഫ്രം സ്റ്റുഡന്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും കൊടുത്താൽ മതി. അപ്പൊ ഓട്ടോമാറ്റിക്കലി മാർക്സ് എന്ന കോളത്തിലെ എല്ലാ വാല്യൂസിന്റെയും സം എടുക്കും, ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, സോ അതാണ് ഒരു കോളത്തിലെ എല്ലാ വാല്യൂസിന്റെയും സം കണ്ടുപിടിക്കാൻ നമുക്ക് സം എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാം. ഇത് നമുക്ക് ഒരു നമ്മളെ സ്റ്റുഡൻസിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത ആൾക്കാരുടെ ഡീറ്റെയിൽസ് ആണ് വേണ്ടതെന്ന് വിചാരിക്കാം. സ്കോർ ചെയ്തതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആളുടെ ഡീറ്റെയിൽസ്. അതായത് അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മാക്സ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. മാക്സ്, MAX, മാക്സിമം എന്നുള്ളതിന്റെ ഷോർട്ടാണ് മാക്സ്. സോ മാക്സിമം ഓഫ് മാർക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു മാർക്സ് എന്ന കോളത്തിലെ ഏറ്റവും മാക്സിമം വാല്യൂ കിട്ടും, അതായത് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ കിട്ടും. സോ അങ്ങനെ ഡീറ്റെയിൽസ് എടുത്താൽ നമുക്ക് എന്താവും, ആ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ടോപ്പ് സ്കോറർ അല്ലേ. സോ ടോപ്പ് സ്കോററുടെ ഡീറ്റെയിൽസ് നമുക്ക് വേണമെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ക്വറി ഇങ്ങനെയായിരിക്കും. സെലക്ട് max of marks from student. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാർക്സ് എന്ന കോളത്തിൽ ഏറ്റവും കൂടുതലുള്ള വാല്യൂ, ഏറ്റവും മാക്സിമം ഉള്ള വാല്യൂ, ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഏതാണോ അയാളുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. സോ അത് കണ്ടാൽ മനസ്സിലാവല്ലോ. മാക്സ് എന്ന് കണ്ടാൽ മാക്സിമം മാർക്കുള്ള ആളുടെ, അതായത് ഏറ്റവും ഹയസ്റ്റ് മാർക്കുള്ള ആളെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഏറ്റവും മാക്സിമം മാർക്ക് ഏതാ അത് നമുക്ക് കിട്ടും. ഇവിടെ ഇത് കിട്ടും, ടോട്ടൽ മാർക്സ് എത്രയാന്നുള്ളത് നമുക്ക് കിട്ടും. ഇനി നമുക്കൊരു നമ്മളെ ക്ലാസ്സിലെ ആവറേജ് മാർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ മാക്സ് എന്ന് മാറ്റിയിട്ട് എന്ത് കൊടുത്താൽ മതി, AVG എന്ന് കൊടുക്കാം. സോ മാർക്സ് എന്ന കോളത്തിലെ വാല്യൂസിന്റെ ആവറേജ് കണ്ടിട്ട് നമുക്കത് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. ഓക്കെ, സോ ഈ ഫങ്ഷൻസ് എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഒരു കോളത്തിൽ അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഈ ഫങ്ഷൻസ് ഒരു കോളത്തിലെ വാല്യൂസിലാണ് അപ്ലൈ ചെയ്യുന്നത്, ഈ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇവിടെ സ്റ്റുഡന്റ് എന്നുള്ള ടേബിളിലെ ഏറ്റവും ടോപ്പ് മാർക്ക് ഏതാണ്, ഏറ്റവും ലോവസ്റ്റ് മാർക്ക് ഏതാണ്, എല്ലാ മാർക്കിന്റെ ആവറേജ് എത്രയാണ്, ഇത്രയും 3 കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന ക്വറിയാണ് ആദ്യത്തെ. സോ ആ 3 നമുക്ക് കിട്ടും, നമുക്ക് കാണാൻ പറ്റും സ്ക്രീനിൽ. ഏറ്റവും ഹയസ്റ്റ് മാർക്ക് ഏതാണെന്നുള്ളത് കാണാൻ പറ്റും, അതുപോലെ ഏറ്റവും മിനിമം മാർക്ക് ഏതാണെന്നുള്ളത് കാണാൻ പറ്റും. ഇങ്ങനെ മൊത്തം ഒരു ആവറേജ് സ്കോർ എത്രയാണ്,
ക്ലാസിന്റെ എന്നുള്ളത് നമുക്കും ഈ ഒരു ഫംഗ്ഷൻ വെച്ചും കാണാൻ പറ്റും. ഇതിപ്പം ഫംഗ്ഷന്റെ പേര് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. മാക്സ് എന്ന് കാണുമ്പോൾ മാക്സിമം മാർക്ക് കണ്ടുപിടിക്കാൻ, മിൻ എന്ന് കാണുമ്പോൾ മിനിമം മാർക്ക് കണ്ടുപിടിക്കുക. AVG എന്ന് വെച്ചാൽ ആവറേജിന്റെ ഷോർട്ട് ഫോം. ഓക്കെ, ഇനി സമ്മ് നമ്മൾ നേരത്തെ കണ്ടാണ്. രണ്ടാമത്തെ ക്വറി, സെലക്ട് സം ഓഫ് മാർക്ക് ഫ്രം സ്റ്റുഡൻറ്. സോ സ്റ്റുഡൻറ് ടേബിളിലെ മാർക്ക് എന്ന കോളത്തിലെ വാല്യൂസിന്റെ ടോട്ടൽ സം എത്രയാന്നുള്ളത് ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ലാസ്റ്റത്തെ സെലക്ട് കൗണ്ട് ഓഫ് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്. ഇങ്ങനെ കൗണ്ട് ഓഫ് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എത്ര റോസ് ഉണ്ട്, എത്ര സ്റ്റുഡൻസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ, കൗണ്ട് കണ്ടുപിടിക്കാൻ. നമ്മളെ ടേബിളിൽ എത്ര റോസ് ഉണ്ട് നമുക്ക് ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, സെലക്ട് കൗണ്ട് ഓഫ് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ് എന്നുള്ള ടേബിളിൽ നമ്മൾ എത്ര എൻട്രീസ് ഉണ്ട്, എത്ര റോസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു കൗണ്ട് ഓഫ് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ് വെച്ച് കണ്ടുപിടിക്കുക. കൗണ്ട് ആണ് കണ്ടുപിടിക്കുന്നത്. സോ കൗണ്ട് എന്തായിരിക്കും? നമ്പർ ഓഫ് റോസ് ആയിരിക്കും അല്ലേ. പ്രത്യേകിച്ച് ഇതൊന്നും കൊടുത്തിട്ടില്ല, പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിന്റെ കൂടെ വേണമെങ്കിൽ ഒരു കണ്ടീഷൻ ആഡ് ചെയ്യാം. ഇതിന് ശേഷം നമുക്ക് കണ്ടീഷൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇവിടെ സെമിക്കോളിന് കളയാം, എന്നിട്ട് വേർ മാർക്ക് ഗ്രേറ്റർ ദാൻ 500 ഇങ്ങനെ കൊടുത്തു വിചാരിക്കുക. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ 500ന് മുകളിൽ സ്കോർ ചെയ്ത ആൾക്കാർ എത്ര പേരുണ്ട് എന്നുള്ളത് നമുക്ക് കിട്ടും. മനസ്സിലായോ? സോ കൗണ്ടിന്റെ ഒരു ലോജിക്ക് മനസ്സിലായില്ലേ? നമുക്ക് മെയിൻ ആയിട്ട് എന്തെങ്കിലും കാര്യത്തിന്റെ എണ്ണം എത്ര പേരുണ്ട്, അല്ലെങ്കിൽ എത്ര പേര് ഇത്ര ഇതിനേക്കാളും മുതൽ സ്കോർ ചെയ്തു, ഇങ്ങനത്തെ ഉള്ള രീതിയിലുള്ള സിനാരിയോസിലൊക്കെയാണ് നമ്മൾ ഈ കൗണ്ട് യൂസ് ചെയ്യുക. സോ ഈ ഒരു ക്വറി പ്രകാരം, ഞാനിപ്പോ എഴുതിയ ഒരു ക്വറി പ്രകാരം 500നേക്കാളും കൂടുതൽ മാർക്ക് എബോവ് സ്കോർ ചെയ്ത സ്റ്റുഡൻസ് എത്ര പേരുണ്ട് എന്നാണ് ഈ ഒരു ക്വറി റിട്ടേൺ ചെയ്യുക. ഓക്കെ, സെലക്ട് കൗണ്ട് ഓഫ് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ് വേർ മാർക്ക് ഗ്രേറ്റർ ദാൻ 500. മാർക്ക് ഗ്രേറ്റർ ദാൻ 500 ഉള്ള സ്റ്റുഡൻസ് എത്ര പേരുണ്ട് എന്നുള്ളത് ഈ ക്വറി ഔട്ട്പുട്ട് ആയിട്ട് തരും. ഓക്കെ, അതാണ് കൗണ്ടിന്റെ ഇത്. സോ ഇത്രയാണ് നമുക്ക് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ പഠിക്കാനുള്ളത്. കണ്ട 1 2 3 4 5 5 അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് ആണ്. ഇതിൽ ഓൾറെഡി നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് മിനിമം, മാക്സ്, മിൻ, മാക്സ്, ആവറേജ്, സമ്മ് എല്ലാം കണക്റ്റഡ് അല്ലേ. പിന്നെ ലാസ്റ്റത്തെ കൗണ്ട്. സോ ഇതെന്തായാലും നോക്കി വെക്കുക. ഇതെന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒന്നാണ് കേട്ടോ. ഈ 5 പഠിച്ചു വെക്കുക, എളുപ്പമാണ്, സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഒന്നാണ്. ഇത് നമുക്ക് ഈ പേര് കാണുമ്പോൾ തന്നെ ആ പേര് വെച്ച് തന്നെ എൻ്റെ ഇതിൽ ക്വറി എഴുതാൻ വരാൻ ചാൻസ് കുറവാണ്. കൂടുതലായിട്ടും ഈ ഫങ്ഷൻസ് എന്താണ് എന്നായിരിക്കും ചോദിക്കുക. ഓക്കെ, അല്ല ക്വറി എഴുതാനുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടില്ല പ്രീവിയസ് ക്വസ്റ്റ്യനിൽ. ഇനിയിപ്പോൾ ഈ വർഷം അറിയില്ല എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇതാ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ഇയറിലെ ക്വസ്റ്റ്യൻ ആണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അബൌട്ട് എനി 2 അഗ്രിഗേറ്റ് ഫംഗ്ഷൻ യൂസ്ഡ് ഇൻ SQL. സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ എന്താണെന്ന് എഴുതുക. അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഒന്നുമില്ല, SQL പ്രൊവൈഡ് ചെയ്യുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആണ്. അതൊരു കോളത്തിൽ അപ്ലൈ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ്. ഒരു പർട്ടിക്കുലർ കോളത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയുള്ള രീതിയിലുള്ള ഫംഗ്ഷൻസ് ആണ് അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അങ്ങനെ എഴുതാം. എന്നിട്ട് അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് 5 ഉണ്ടെന്ന് പറഞ്ഞിട്ട് 5 എഴുതുക. എന്നിട്ട് അതിലെ 2 മാത്രം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇപ്പൊ മിൻ എന്ന് എടുത്തു കഴിഞ്ഞാൽ മിൻ എന്നുള്ള ഫംഗ്ഷൻ ഒരു പർട്ടിക്കുലർ കോളത്തിലെ മിനിമം വാല്യൂവിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ ആണ് എന്നുള്ള രീതിയിൽ എഴുതുക. ഇനി എന്നിട്ട് പിന്നെ അടുത്തത് മാക്സ് എന്ന ഫംഗ്ഷൻ ആണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ മാക്സ് എന്ന് എഴുതിയിട്ട് ഈ ഒരു ഫംഗ്ഷൻ മാക്സിമം എന്നുള്ളതിനെ ഡിനോട്ട് ചെയ്യുന്നു. ഇത് ഒരു കോളത്തിലെ ഏറ്റവും മാക്സിമം വാല്യൂ അല്ലെങ്കിൽ ഹയസ്റ്റ് വാല്യൂവിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ അത്ര എഴുതുക. അപ്പോൾ നമുക്ക് എന്താവും, മാർക്ക് വീഴും. ഓക്കെ, സോ ഇത് കണ്ടില്ല, ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് ക്ലിയർ ആണോ? അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ക്ലിയർ ആണെങ്കിൽ ഒരു ഹായ് കാണിച്ചേ. ഓക്കെ, ഇനി ഗ്രൂപ്പ് ബൈ എന്നുള്ളൊരു കീവേഡ് ഉണ്ട് നമ്മളെ, അല്ലെങ്കിൽ കമാൻഡ് ഉണ്ട് നമ്മളെ SQL-നകത്ത്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഏതെങ്കിലും ഒരു കോളത്തിന്റെ വാല്യൂ വെച്ച് ഗ്രൂപ്പ് ചെയ്യാന്ന് വെച്ചാൽ അറിയാലോ, ഒരേ പോലത്തെ എല്ലാത്തിനെയും കൂടി ഗ്രൂപ്പ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് ബൈ എന്നുള്ള ക്ലോസ് യൂസ് ചെയ്യുക നമ്മളെപ്പോഴും.
ഏതെങ്കിലും പർട്ടിക്കുലർ വാല്യൂവിന്റെ ബേസിസിൽ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതും അഗൈൻ നിങ്ങൾക്ക് ക്വറി എഴുതാൻ വരാൻ ചാൻസ് കുറവാണ്. ലാബിൽ ഉണ്ടാവും, പക്ഷെ അല്ലാതെ ക്വറി എഴുതാൻ വരാൻ ചാൻസ് കുറവാണ് പ്രാക്ടിക്കൽസിന്. സോ ഇവിടെ ഈ ഒരു ക്വറി നോക്കുക, സെലക്ട് കോഴ്സ് കോമ കൗണ്ട് ഓഫ് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ് ഗ്രൂപ്പ് ബൈ കോഴ്സ്. സോ ഇതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ സെലക്ട് കോഴ്സ് കോമ കൗണ്ട് ഓഫ് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ് ഗ്രൂപ്പ് ബൈ കോഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മളെ ടേബിളിലെ ഇവിടെ നമുക്ക് നോക്കാം, ഇവിടെ നിന്നാണ് അങ്ങോട്ട് അനലൈസ് ചെയ്യുന്നത് നമ്മൾ കേട്ടോ. സോ നമ്മളെ ടേബിളിൽ ഇപ്പോൾ മെയിൻ ആയിട്ട് 3 കോഴ്സുകളാണുള്ളത്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ്. +2 കുട്ടികളുടെ ടേബിളാണെന്ന് വിചാരിക്കുക. സോ മെയിൻ ആയിട്ട് കൊമേഴ്സ് പഠിക്കുന്ന പിള്ളേരുണ്ടാവും, ഹ്യൂമാനിറ്റീസിൽ പഠിക്കുന്ന പിള്ളേരുണ്ടാവും, സയൻസിൽ പഠിക്കുന്ന പിള്ളേരും ഉണ്ടാവും. സോ അവരുടെ ലിസ്റ്റ് ഓഫ് ഡാറ്റ ആയിരിക്കും നമ്മളെ സ്റ്റുഡൻറ് ടേബിൾ ഉണ്ടാവുക. സോ ഗ്രൂപ്പ് ബൈ കോഴ്സ് എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും, കൊമേഴ്സിൽ പഠിക്കുന്ന എത്ര പേരുണ്ട്, കൊമേഴ്സ് പഠിക്കുന്നവരെ ഡാറ്റ എല്ലാം കൂടി ഒരുമിച്ച് എഴുതും, ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവരെ എല്ലാവരെയും ഡാറ്റ ഒരുമിച്ച് എഴുതും, സയൻസ് പഠിക്കുന്ന എല്ലാവരെയും റോസിനെ ഒരുമിച്ച് എഴുതും. ഓക്കെ, അങ്ങനെ ഗ്രൂപ്പാക്കി എഴുതും. അതായത് ഒരേ കോഴ്സ് പഠിക്കുന്നവരെ അടുപ്പിച്ച് പ്രോ ആക്കിയിട്ട് ഓർഡർ ചെയ്യും. ഇന്റേണലി SQL ഓർഡർ ചെയ്തിട്ടുണ്ടാവും. നമ്മളിങ്ങനെ ഗ്രൂപ്പ് ബൈ ഇത് കൊടുക്കുമ്പോൾ കോഴ്സിന്റെ ബേസിൽ ഗ്രൂപ്പ് ചെയ്യാൻ പറയാണ് ഇവിടെ. ഓക്കെ, കൊടുക്കും. പിന്നെ ഇവിടെ എന്താ, കൗണ്ട് എന്നുണ്ട്, കൗണ്ട് സ്റ്റാർ എന്നുണ്ട്. കൗണ്ട് എന്ത് ചെയ്യാനാ, കൗണ്ട് കണ്ടുപിടിക്കാനാ അല്ലേ. സോ ഇവിടെ ഗ്രൂപ്പ് ബൈയും കൂടി ഉള്ളതുകൊണ്ട് ഓരോ ഗ്രൂപ്പിലും എത്ര പേര് പഠിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ കൗണ്ട് കണ്ടുപിടിക്കും. നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ആദ്യം നമ്മളെ ഡാറ്റേനെയൊക്കെ ഗ്രൂപ്പ് ചെയ്തു കോഴ്സിന്റെ ബേസിസിൽ. ഒരേ കോഴ്സ് പഠിക്കുന്നവരെ ഒരു ഗ്രൂപ്പാക്കി, ഒറ്റ ഗ്രൂപ്പാക്കി. അങ്ങനെ 3 ഗ്രൂപ്പുകൾ വന്നു. എന്നിട്ട് ആ ഓരോ ഗ്രൂപ്പിലും എത്ര പേരുണ്ട് എന്നുള്ളത് ഈ കൗണ്ട് ഓഫ് സ്റ്റാർ എന്നുള്ള ഈ ഒരു അഗ്രിഗേറ്റ് ഫംഗ്ഷൻ കണ്ടുപിടിക്കും ഇന്റേണലി. എന്നിട്ട് അത് നമുക്ക് എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്ത് വരും. ഇപ്പോൾ കോമേഴ്സിൽ 2 പേരുണ്ട്, ഹ്യൂമാനിറ്റീസിൽ ഒരാളുണ്ട്, സയൻസിൽ 7 പേരുണ്ട് എന്നുള്ള രീതിയിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കണ്ടില്ലേ. ഇത് നിങ്ങൾക്ക് ലാബിൽ ചെയ്ത് നോക്കിയാലാണ് കുറച്ചുകൂടി ക്ലിയർ ആവുക. കാരണം കറക്റ്റ് ഡാറ്റ ഒക്കെ വെച്ചിട്ട്. ഇതും ക്വറി എഴുതാൻ വരാൻ ചാൻസ് കുറവാണ്. പക്ഷെ അഥവാ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ഏതെങ്കിലും രീതിയിൽ റെക്കോർഡ്സിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് അല്ലെങ്കിൽ ക്ലോസ് ഏതാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സോ അങ്ങനെ പറയുമ്പോൾ എഴുതേണ്ടതാണ് ഗ്രൂപ്പ് ബൈ ആണ് ഉള്ളത്. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ പ്രതീക്ഷിക്കാം. ഇനി ഗ്രൂപ്പ് ബൈ നമ്മൾ നേരത്തെ വേർ എന്നുള്ളതൊക്കെ എന്തായിരുന്നു, ഒരു കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യാനായിരുന്നു അല്ലേ. ഇനി ഗ്രൂപ്പ് ബൈ എന്നുള്ള ക്ലോസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്ക് വേർ യൂസ് ചെയ്യാൻ ഇതിന് ശേഷം നമുക്ക് വേർ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് ലാസ്റ്റത്തെ സംഭവമാണ് ഗ്രൂപ്പ് ബൈ കോഴ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ എന്തെങ്കിലും കണ്ടീഷൻ അപ്ലൈ ചെയ്യണം, ഗ്രൂപ്പ് ബൈയിൽ എന്തെങ്കിലും അഡീഷണൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് ഹാവിങ് എന്നുള്ള കീവേഡ്. ഓക്കെ, സോ ഇവിടെ നോക്കിയാൽ നേരത്തെ അതേ ക്വറിയാണ് ഇവിടെ വരെ, ഗ്രൂപ്പ് ബൈ കോഴ്സ് വരെ. അതിനുശേഷം എന്ത് ചെയ്തു, ഹാവിങ് കൗണ്ട് ഓഫ് സ്റ്റാർ ഗ്രേറ്റർ ദാൻ 5. അതിന്റെ അർത്ഥം എന്താ, 5ൽ കൂടുതൽ ആൾക്കാർ പഠിക്കുന്ന കോഴ്സിനെ സെലക്ട് ചെയ്യുക. ഇവിടെ വരെ ആകുമ്പോൾ ആദ്യത്തെ 2 ലൈൻ ആകുമ്പോൾ എന്താ, നേരത്തെ പോലെ ഇത്രയും ലിസ്റ്റ് ചെയ്ത് വരും അല്ലേ. ഇതാ 3 ഗ്രൂപ്പും അതിൽ പഠിക്കുന്ന ആൾക്കാരുടെയും ലിസ്റ്റ് ചെയ്തു. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് 5ൽ കൂടുതൽ ആൾക്കാർ പഠിക്കുന്ന കോഴ്സ് മാത്രം നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ആണ് നമ്മൾ എന്ത് ചെയ്തത്, ഹാവിങ് കൗണ്ട് ഗ്രേറ്റർ ദാൻ 5 എന്ന് കൊടുത്തു. സോ അവിടെ എന്തായിരുന്നു, ആകെ 5ന് മുകളിലുള്ളത് സയൻസ് ഗ്രൂപ്പ് മാത്രമായിരുന്നു. സോ അത് മാത്രം ലിസ്റ്റ് ചെയ്തു. ഇതും അഗൈൻ നിങ്ങൾക്ക് ക്വറി ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്, കുറച്ച് വലിയൊരു ക്വറിയാണ് അല്ലേ. സോ അതുകൊണ്ട് ഇത് നിങ്ങൾ ക്വറി ആയി എഴുതാൻ വരാൻ ചാൻസ് കുറവാണ്. ഇതും ജസ്റ്റ് ഹാവിങ് എന്നുള്ളൊരു കീവേഡ് ഉണ്ട് എന്നുള്ളത് പഠിക്കുക. ഹാവിങ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ബൈ ക്ലോസിന്റെ കൂടെ എന്തെങ്കിലും കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് ഹാവിങ് എന്നുള്ള കീവേഡ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ കാണിച്ചേ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ ടേബിളിലെ ഡേറ്റ, നമ്മൾ ഓൾറെഡി ഡേറ്റ എൻ്റർ ചെയ്തു, പക്ഷെ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണം, ഡേറ്റയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന കീവേഡാണ് അപ്ഡേറ്റ് എന്നുള്ള കീവേഡ്, അല്ലെങ്കിൽ ഈ അപ്ഡേറ്റ് എന്നുള്ള ക്വറി. ഓക്കെ, ഓൾറെഡി എൻ്റർ ചെയ്ത ഡാറ്റ ആദ്യമായിട്ട് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക, ഇൻസേർട്ട് ഇൻറ്റു വെച്ച് പുതിയ റോ എൻ്റർ ചെയ്യും അല്ലേ. പക്ഷെ ഓൾറെഡി എൻ്റർ ചെയ്ത റോയിൽ ഏതെങ്കിലും വാല്യൂസിനെ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോഡിഫൈ, ഒരു ടേബിളിലെ ഡേറ്റയെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അപ്ഡേറ്റ് എന്നുള്ള കീവേഡ്. സോ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് നോക്കാം. ആദ്യം അപ്ഡേറ്റ് എന്ന് എഴുതുക,
എന്നിട്ട് ഏത് ടേബിളിലെ ഡാറ്റയാണ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത്, ആ ടേബിളിന്റെ പേര് എഴുതാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എന്താ പേരിൽ കോളത്തിലെ ഇതാണ് മാറ്റേണ്ടത്, ഡാറ്റയാണ് നമുക്ക് മാറ്റേണ്ടത്, വാല്യൂ ആണ് നമുക്ക് മാറ്റേണ്ടത് എന്ന് വിചാരിക്കുക. സോ അതാണ് അടുത്ത ഇതിൽ എഴുതേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം സെറ്റ് എന്ന കീവേഡ് യൂസ് ചെയ്യുക. ഇവിടെ യെല്ലോയിൽ മാർക്ക് ചെയ്തൊക്കെ കീവേഡ് ആണ് കേട്ടോ. സെറ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക. നമ്മളിപ്പോൾ മാറ്റാൻ പോകുന്നത് കോഴ്സ് എന്നുള്ള കോളത്തിലെ വാല്യൂ ആണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. സോ കോഴ്സ് ഈക്വൽ ടു കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞ് കൊടുത്തു, സിംഗിൾ കോട്ടിൽ കൊടുത്തു. ആൻഡ് വേർ കോഴ്സ് ഈക്വൽ ടു സയൻസ്. ഇതിന്റെ മീനിങ് എന്താന്ന് വെച്ചാല് നമ്മളെ ടേബിളിൽ സയൻസ് എന്നുള്ള പറഞ്ഞിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്, കോഴ്സിൽ എൻ്റർ ചെയ്തേക്കുന്നത് അല്ലേ, വാല്യൂസ്. സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, ഇങ്ങനെ 3 വാല്യൂസ് ആയിരുന്നു കോഴ്സ് എന്നുള്ള കോളത്തിൽ ഉണ്ടായിരുന്നത്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്തത്. നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് അത് മാറ്റി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, സയൻസ് എന്നുള്ള വേണ്ട, കമ്പ്യൂട്ടർ സയൻസ് തന്നെ, സയൻസിന് പകരം സയൻസ് ഉള്ളിടത്തൊക്കെ, സയൻസ് എന്നുള്ള വാല്യൂ ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് എന്ത് വരണം, കമ്പ്യൂട്ടർ സയൻസിന് തന്നെ വരണം എന്ന് വിചാരിക്കുക. സോ ആ കേസിൽ യൂസ് ചെയ്യുന്ന കൊറിയാണ്. സോ അതിന് വേണ്ടിയിട്ട് അപ്ഡേറ്റ് സ്റ്റുഡൻറ്, അതായത് ടേബിളിന്റെ പേര് സെറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഏത് ടേബിൾ ഏത് കോളത്തിലെ വാല്യൂ മാറ്റേണ്ടത്, ആ കോഴ്സ് എന്ന കോളാണ് അല്ലെ. സോ കോഴ്സ് ഈക്വൽ ടു കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി എന്ത് ചെയ്യണം, സയൻസ് എന്നുള്ളിടത്താണ് നമുക്ക് ആ സയൻസ് എന്നുള്ളത് മാറ്റി കമ്പ്യൂട്ടർ സയൻസ് ഫുൾ ആയിട്ട് വരേണ്ടത് അല്ലെ. സോ അതിന് വേണ്ടിയിട്ട് എന്ത് കണ്ടീഷൻ കൊടുത്തു, വേർ കോഴ്സ് ഈസ് ഈക്വൽ ടു സയൻസ് എന്ന് പറഞ്ഞു കൊടുത്തു. സോ ഇപ്പോൾ ഓൾറെഡി എൻ്റർ ചെയ്ത ഡാറ്റയിൽ കോഴ്സ് സയൻസ് എന്ന് പറഞ്ഞു കൊടുത്തോടത്തൊക്കെ എന്താവും, കമ്പ്യൂട്ടർ സയൻസിനായിട്ട് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയി പോകും ഈ ക്വറി എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, ക്ലിയർ ആണോ? അപ്ഡേറ്റ് ക്വറി ക്ലിയർ ആണോ? ഓക്കെ, സോ ഈ അപ്ഡേറ്റ് സെറ്റ് എന്നുള്ള ഈ 2 കീവേഡ് ഓർത്തിരിക്കുക. ഓക്കെ, ഇൻ കേസ് നമ്മളിവിടെ വേർ കോഴ്സ് ഈക്വൽ ടു സയൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക, ഈ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. ആ ഒരു കേസിൽ എന്താ ഉണ്ടാവുക വെച്ചാല് കോഴ്സ് എന്നുള്ള കോളത്തിലെ എല്ലാ വാല്യൂസും മാറിയിട്ട് കമ്പ്യൂട്ടർ സയൻസ് ആവും. നേരത്തെ ഉണ്ടായിരുന്ന ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഒക്കെ അപ്ഡേറ്റ് ആവും, എന്നിട്ട് അവിടെയൊക്കെ കമ്പ്യൂട്ടർ സയൻസ് ആവും. മനസ്സിലായാ? ഓക്കെ അല്ലേ? സോ അതായിരുന്നു നമ്മൾ ഡേറ്റ അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താൻ. ഇനിയിപ്പോൾ നമുക്ക് പുതിയ കോളംസ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള കോളത്തിനെ ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കോളത്തിന്റെ ഡേറ്റ ടൈപ്പ് മാറ്റണം, അല്ലെങ്കിൽ ടേബിളിനെ എന്ത് ചെയ്യണം, പുതിയ റീനെയിം ചെയ്യണം. ഇങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ക്വറിയാണ് ആൾട്ടർ ടേബിൾ. ഓക്കെ, അതായത് ടേബിളിന്റെ സ്ട്രക്ചറിനെയോ അല്ലെങ്കിൽ പേരിനെയോ മാറ്റം വരുത്തുന്നത്. നേരത്തെ നമ്മൾ അപ്ഡേറ്റ് യൂസ് ചെയ്തത് ടേബിളിലെ വാല്യൂസിനെ മാറ്റാനാണ്. ഇവിടെ ടേബിളിലെ സ്ട്രക്ചറിലാണ് നമ്മൾ മാറ്റം വരുത്തുന്നത്. കോളം പുതിയതായിട്ട് ആഡ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, റീനെയിം ചെയ്യുക, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ക്വറിയാണ് ആൾട്ടർ ടേബിൾ. ഓക്കെ, അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇതാ, പുതിയ കോളം ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആൾട്ടർ ടേബിൾ എന്നുള്ള ക്വറിയുടെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, ആഡ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യണം. അതെങ്ങനെ യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇനി മോഡിഫയിങ് കോളം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒന്നുമില്ലെങ്കിൽ കോളത്തിന്റെ പേര് മാറ്റാൻ, കോളത്തിന്റെ പേര് മാറ്റാനല്ല, കോളത്തിന്റെ ഡാറ്റ ടൈപ്പ് മാറ്റാൻ, ഡാറ്റ ടൈപ്പിലെ സൈസ് മാറ്റുക, അതൊക്കെ മോഡിഫയിങ് കോളം എന്നുള്ള കാറ്റഗറിയിൽ വരും. ഡിലീറ്റിംഗ് കോളം അറിയാലോ, പിന്നെ റീനെയിമിങ്. ഇത്രയും കാര്യങ്ങൾ ഈ ആൾട്ടർ ടേബിൾ എന്നുള്ള ക്വറിയിലാണ് നമ്മൾ എപ്പോഴും എഴുതുക. അതെങ്ങനെയാണെന്നുള്ള നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ നമ്മളെ ടേബിളിലോട്ട്, സ്റ്റുഡൻറ് എന്നുള്ള ടേബിളിലോട്ട് പുതിയൊരു കോളം ആഡ് ചെയ്യാണ്, ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള കോളം ആഡ് ചെയ്യണം എന്ന് വിചാരിക്കും. ഇത്രയും നേരം ഇല്ല, ആ പുതിയ ഒരു കോളം ആഡ് ചെയ്യാനുള്ളതാണ് ആദ്യത്തെ ക്വറി കാണിക്കുന്നത്. ഇതാ ആൾട്ടർ ടേബിൾ, എല്ലാം തുടങ്ങുന്നത് ആൾട്ടർ ടേബിൾ വെച്ചിട്ടാണ്. കാരണം ടേബിളിന്റെ സ്ട്രക്ചറിൽ നമ്മൾ മാറ്റം വരുത്തുക, പുതിയൊരു കോളം ആഡ് ചെയ്യല്ലേ. സോ ടേബിളിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരില്ല, അതുകൊണ്ട് ആൾട്ടർ ടേബിൾ നമ്മൾ യൂസ് ചെയ്തു, എന്നുള്ള കീവേഡ് യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഏത് ടേബിളിലാണ് മാറേണ്ടത് എന്നുള്ള ആ ടേബിളിന്റെ പേര് കൊടുക്കുക. സ്റ്റുഡൻറ് എന്നുള്ള ടേബിളാണ്. ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്ക് പുതിയ കോളം ആഡ് ചെയ്യണം അല്ലേ. സോ അതിനെന്താ കീവേഡ്, ആഡ് എന്നാണ് കീവേഡ്. ആഡ് എന്ന് കൊടുക്കുക. എന്നിട്ട് പിന്നെ ബാക്കി ഒന്നുമില്ല, ബാക്കി നമ്മൾ പുതിയ കോളത്തിന്റെ പേരും ഡാറ്റ ടൈപ്പും കൊടുക്കുക. സോ ഈ ഒരു ക്വറി എക്സിക്യൂട്ട് ചെയ്താൽ എന്തുണ്ടാവും, DOB എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു കോളം സ്റ്റുഡൻറ് എന്നുള്ള ടേബിളിലോട്ട് ആഡ് ആവും. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് എന്തെങ്കിലും രീതിയിൽ മാറ്റം വരുത്തണം, എന്തെങ്കിലും പുതിയ കീ ആഡ് ചെയ്യാൻ, പുതിയ കൺസ്ട്രെയിൻസോ എന്തെങ്കിലുമൊക്കെ കോളത്തിലോട്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എഗെയിൻ നമ്മൾ യൂസ് ചെയ്യണത് രണ്ടാമത്തെ ക്വറി ശ്രദ്ധിക്കുക,
ആൾട്ടർ ടേബിൾ സ്റ്റുഡന്റ്, ടേബിളിന്റെ പേര് മോഡിഫൈ, അതായത് നമ്മൾ ഓൾറെഡി ഉള്ള ഒരു കോളത്തിനെ മോഡിഫൈ ചെയ്യാണ്, അതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തുകയാണ്. മോഡിഫൈ രജിസ്റ്റർ നമ്പർ. സോ രജിസ്റ്റർ നമ്പർ എന്നുള്ള കോളമാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്, എന്തോ മാറ്റം വരുത്താൻ പോകുന്നത്. എന്താ നമ്മൾ മാറ്റിയത്? അത് നമുക്ക് എന്തോ ആവാട്ടോ. ഇവിടെ ഇൻറ്റിജർ യുണീക്ക് എന്ന് കൊടുത്തു. നേരത്തെ യുണീക്ക് ഉണ്ടായില്ല, ഇപ്പൊ ഞാൻ യുണീക്ക് എന്നുള്ള കൺസ്ട്രെയിന്റ് ആഡ് ചെയ്ത് കൊടുത്തു. സോ ഓൾറെഡി ഉണ്ടായിരുന്ന കോളാണ്, അതിനകത്ത് യുണീക്ക് എന്നുള്ള കൺസ്ട്രെയിന്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയ കൊറിയാണ്. സോ അതെന്താ, ഓൾറെഡി ഉള്ള കോൾ ആയതുകൊണ്ട് അതിൽ ചെയ്യുന്ന മാറ്റങ്ങൾ നമ്മൾ എന്താ പറയാ, മോഡിഫൈ ചെയ്യാന്നല്ലേ പറയാം. അതുകൊണ്ടാണ് നമ്മളിവിടെ മോഡിഫൈ കീവേഡ് യൂസ് ചെയ്തത്. ഓക്കെ, മോഡിഫൈ, പിന്നെ നമ്മൾ ഓൾറെഡി ആക്സസ് ചെയ്യുന്ന കോളത്തിന്റെ പേര്, പിന്നെ നമുക്ക് എന്താണോ മാറ്റേണ്ടത് അവിടെ. ഇവിടെ വേണമെങ്കിൽ ഇൻറ്റിജർ മാറ്റി വേണമെങ്കിൽ ക്യാർ എന്നാക്കാം കേട്ടോ. നമുക്ക് അങ്ങനെ എന്ത് മാറ്റം വേണമെങ്കിലും ഈ മോഡിഫൈ എന്നുള്ള കീവേഡ് യൂസ് ചെയ്ത് എക്സിസ്റ്റിംഗ് കോളത്തിന്റെ സ്ട്രക്ചർ മാറ്റാം. ഓക്കെ, ഇനി നമുക്ക് പിന്നെ നമ്മൾ വിചാരിക്കേണ്ടത്, നേരത്തെ നമ്മൾ ആഡ് ചെയ്ത ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള കോളം വേണ്ട, ആവശ്യമില്ല നമ്മളെ ടേബിളിൽ, ഡിലീറ്റ് ചെയ്യാണെന്ന് വിചാരിക്കാം. സോ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സെക്കൻഡ് ലാസ്റ്റ് ക്വറി. അതെന്താ, ആൾട്ടർ ടേബിൾ സ്റ്റുഡന്റ്. ഡിലീറ്റ് ചെയ്യാനുള്ള കീവേഡാണ് ഡ്രോപ്പ്. ഓക്കെ, ഡ്രോപ്പ് എന്ന് എഴുതി ഏത് കോളാണ് ഡിലീറ്റ് ചെയ്യേണ്ട ആ കോളത്തിന്റെ പേര് എഴുതുക, DOB. സോ ഇവിടെ എന്താ, DOB എന്നുള്ള കോളം ഡിലീറ്റ് ആയി പോയിക്കോളും നമ്മുടെ ടേബിളിൽ നിന്ന്. ഓക്കെ, കോളത്തിലെ വാല്യൂ അല്ല, കോളം തന്നെ ഡിലീറ്റ് ആയി പോകും. ഓക്കെ, സോ ഡിലീറ്റ് എന്ന് ആലോചിക്കുമ്പോൾ എപ്പോഴും ഡ്രോപ്പ് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് കേട്ടോ കീവേഡ്. ഇതേപോലെ ടേബിൾ ഡിലീറ്റ് ആണെങ്കിൽ ഡ്രോപ്പ് ടേബിൾ നെയിം എന്ന് പറഞ്ഞു കൊടുത്താൽ ടേബിൾ ഡിലീറ്റ് ആവും. അത്ര സിംഗിൾ. അത് നമുക്ക് പിന്നെ നോക്കാം. തൽക്കാലം ഇപ്പൊ ഇത് നോക്കിയാൽ മതി. പുതിയ അല്ല നമ്മൾ ഓൾറെഡി ഉള്ള കോളംസ് ഏതെങ്കിലും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആൾട്ടർ ടേബിൾ സ്റ്റുഡന്റ് ഡ്രോപ്പ് ആ കോളത്തിന്റെ പേര്. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ ടേബിളിന്റെ പേര് റീനെയിം ചെയ്യണമെങ്കിൽ അതും എഗെയിൻ ആൾട്ടർ ടേബിളിന്റെ പേര് പറഞ്ഞ് അത്രയും വരെ എഴുതാം. ബാക്കി റീനെയിം ചെയ്യാനുള്ള കീവേഡാണ് റീനെയിം ടു എന്ന് പറഞ്ഞ് കൊടുക്കുക. എന്നിട്ട് പുതിയ പേരെന്താ അത് നമ്മൾ കൊടുക്കും. ഇവിടെ ഞാൻ സ്റ്റുഡന്റ് 24 എന്ന് പറഞ്ഞ് കൊടുത്തു. സ്റ്റുഡന്റ് എന്നുള്ള മാറ്റി സ്റ്റുഡന്റ് 24 എന്നായിട്ട് റീനെയിം ആയി പോകും. അതും സിമ്പിൾ അല്ലേ? സോ ഈ കീവേഡ്സ് ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ടേബിളിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുന്നതുകൊണ്ടാണ് നമ്മളെല്ലാ കൊറിയിലും ആദ്യം ആൾട്ടർ ടേബിളിൽ നിന്ന് എഴുതിയേക്കുന്നത്. ടേബിളിനെ ആൾട്ടർ ചെയ്യുക, അതായത് മാറ്റം വരുത്തുക ടേബിളിനെ. അതാണ് ഈ ആൾട്ടർ ടേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മീനിങ് എന്ന് പറയുന്നത് ആ വേർഡിന്റെ മീനിങ്. ഓക്കെ, പുതിയ കോളം ആഡ് ചെയ്യാൻ ആഡ് എന്നുള്ള കീവേഡ്, ആ കോളത്തിൽ ഓൾറെഡി ഉള്ള കോളത്തിലും എന്തെങ്കിലും മാറ്റം വരുത്താൻ മോഡിഫൈ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക. ആ കോളത്തിനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ ഡ്രോപ്പ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക. ഇനി ടേബിൾ റീനെയിം ചെയ്യാനാണെങ്കിൽ റീനെയിം ടു എന്നുള്ള കീവേഡും യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ആൻസർ. ഓക്കെ, വെരി ഗുഡ്. ഇനി ഏതെങ്കിലും റോ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ഇതാണ് ഡിലീറ്റ് എന്നുള്ള ക്വറി. ഓക്കെ, ഇവിടെ നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം എന്ന് പറയുന്ന പോലെ നമ്മൾ കൊടുക്കില്ല. ഡിലീറ്റ് ഫ്രം സ്റ്റുഡന്റ് വേർ രജിസ്റ്റർ നമ്പർ ഈക്വൽ ടു 1 2 3 4. ഈ ക്വറി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും വെച്ചാൽ രജിസ്റ്റർ നമ്പർ 1 2 3 4 ആയിട്ടുള്ള സ്റ്റുഡന്റിന്റെ റോ ഡിലീറ്റ് ആയി പോകും. ഓക്കെ, ആ ഡാറ്റ ഡിലീറ്റ് ആയി പോകും. ഇൻ കേസ് ഞാൻ ഇവിടെ വേർ രജിസ്റ്റർ നമ്പർ 1 2 3 4 എന്ന് കൊടുത്തിട്ടില്ല, ഡിലീറ്റ് ഫ്രം സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ സെമിക്കോളൻ ഇട്ട് എക്സിക്യൂട്ട് ചെയ്തു വിചാരിക്കുക. ആ കേസിൽ എന്താവും, നമ്മളെ ടേബിളിലെ എല്ലാ റോയും ഡിലീറ്റ് ആയി പോകും, ഫുൾ ഡാറ്റ പോകും. ഓക്കെ, ഇതിപ്പോ ഈ ഒരു കണ്ടീഷനിലെ ബേസിസിൽ ആണ് ഡിലീറ്റ് ചെയ്യുക, മാത്രമേ ഉള്ളൂ. ഡിലീറ്റ് ഫ്രം. ഓക്കെ, അതാണ് ഡേറ്റ ഡിലീറ്റ് ചെയ്യാൻ. ഇനി ടേബിൾ ഡിലീറ്റ് ചെയ്യാൻ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഡ്രോപ്പ് ടേബിൾ നെയിം കൊടുക്കുക. അപ്പൊ എന്തുണ്ടാവും, ആ ടേബിള് ഡിലീറ്റ് ആവും. വെറുതെ ഡ്രോപ്പ് വേണ്ട, ഡ്രോപ്പ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പൊ സ്റ്റുഡന്റ് എന്നുള്ള ടേബിൾ ഡിലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഡ്രോപ്പ് എന്നുള്ള കീവേഡ് എപ്പോഴും ഡിലീറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. നേരത്തെ നമ്മൾ ഡ്രോപ്പ് എന്ന് പറഞ്ഞ കോളത്തിന്റെ പേര് കൊടുത്തപ്പോൾ കോളം ഡിലീറ്റ് ആയി അല്ലേ, ആൾട്ടർ ടേബിൾ എന്നുള്ള കൊറിയിൽ. അതുപോലെ ഇവിടെ ഡ്രോപ്പ് എന്ന് പറഞ്ഞ ടേബിളിന്റെ പേര് കൊടുത്താൽ ടേബിൾ ഡിലീറ്റ് ആവും. കേട്ടോ, അത് ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഒരു ടേബിൾ നമ്മുടെ ഡാറ്റാബേസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കൊറി കമാൻഡ് എഴുതാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിൾ കമാൻഡ് അല്ലേ, ഡ്രോപ്പ് ടേബിൾ നെയിം എന്ന് പറഞ്ഞാൽ എഴുതിയാൽ മതി. ഇത്ര സിമ്പിൾ കമാൻഡ്, സുഖമായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ഇനി ഓൾമോസ്റ്റ് ലാസ്റ്റ് ആയിട്ടോ ഈ ചാപ്റ്ററിലെ മെയിൻ കാര്യം ഇതാ. ഇതും നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. നമ്മളെ കമാൻഡുകളെ DVML ആയിട്ടും DDL ആയിട്ടും ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു DDL കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, മെയിൻ ആയിട്ട് ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ആണല്ലേ DDL. സോ എന്ന് വെച്ചാൽ ഏതെങ്കിലും രീതിയിൽ
പുതിയ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ടേബിളിൽ എന്തെങ്കിലും മാറ്റം വരുത്തുക, ഇതൊക്കെ DDLന്റെ അണ്ടറിൽ വരും. സോ ഈ കമാൻഡ്സ് ഒക്കെ DDLന്റെ അണ്ടറിലാണ് വരിക. ക്രിയേറ്റ് ടേബിൾ, ആൾട്ടർ ടേബിൾ, ഡ്രോപ്പ് ടേബിൾ, ഇതൊക്കെ എന്താ ടേബിൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനും ടേബിൾ സ്ട്രക്ചറിൽ മാറ്റം വരുത്താനും ടേബിളിനെ ഡിലീറ്റ് ചെയ്യാനും ഒക്കെ അല്ലേ. സോ ഇതൊക്കെ DDLന്റെ അണ്ടറിലാണ് വരിക അല്ലേ. പുതിയ സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ, അതൊക്കെ DDLന്റെ അണ്ടറിൽ വരും. ഇതിലെല്ലാം പഠിച്ചില്ലെങ്കിൽ കുറച്ചെങ്കിലും 3-4 പഠിച്ചിരിക്കുക DDLന്റെ അണ്ടറിൽ വരാൻ ചാൻസ് ഉള്ളത്. ഈ DML എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ ടേബിളിലെ ഡാറ്റേനെ ആക്സസ് ചെയ്യാനും മറ്റും യൂസ് ചെയ്യുന്നത്. ഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ടതാണ് DML. മറ്റേത് DDL എന്ന് വെച്ചാൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്നല്ലേ DDL. ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ എന്തോ ഡിഫൈൻ ചെയ്യുന്ന അല്ലേ. അപ്പോൾ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ് DDL. DML ഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ട്. സോ DML എന്തൊക്കെയാ വരിക, ഡാറ്റയിൽ നമ്മൾ എന്തൊക്കെ സെലക്ട്, നമ്മൾ ഡാറ്റ കാണാൻ വേണ്ടിയിട്ട് സെലക്ട് യൂസ് ചെയ്യും അല്ലേ. ഡാറ്റ അപ്ഡേറ്റ് ചെയ്യാൻ അപ്ഡേറ്റ് കമാൻഡ് യൂസ് ചെയ്യും, ചേഞ്ച് വരുത്താൻ. അതുപോലെ റോസ് എന്ന് പറയുമ്പോൾ റോസ് ഡിലീറ്റ് ചെയ്യാനല്ലേ നമ്മൾ ഡിലീറ്റ് ക്വറി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ് എന്നൊക്കെ പറഞ്ഞു കണ്ടില്ലേ. സോ അതും എന്താ, അതും ഡാറ്റയാണ് ആക്ച്വലി കളയുക അല്ലേ. സോ ഈ 3 കമാൻഡുമാണ് DML വരുന്നത്. സെലക്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്. ഇത് 3 ഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ അത് TML, ബാക്കി DDLും വരും. ഓക്കെ, ജസ്റ്റ് ഏതൊക്കെയാണ് ഏതിലാണെന്നുള്ള അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ ആണല്ലോ മക്കളെ. സോ ഇതായിരുന്നു SQL മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന ഉള്ള ടോപ്പിക് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് കാര്യമായിട്ടുള്ളത് ഇത്രയാണ്. അതും ക്വറീസും കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി അടുത്തത് നമ്മളെ നെക്സ്റ്റ് ചാപ്റ്റർ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് PHP ആണ്. ഇത് SQL DBMS അപേക്ഷിച്ച് അത്രയും ക്വസ്റ്റ്യൻസ് ഇല്ല, എന്നാലും ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് HTML ആണ് കേട്ടോ. HTMLും DBMSും SQLും ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, വെയിറ്റേജ് കൂടുതലുള്ളത് അതിൽ നിന്നാണ്. PHP നമുക്കറിയാം സെർവർ സൈഡ് ആണ്, ഓപ്പൺ സോഴ്സ് ആണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് മെയിൻ ആയിട്ടുള്ള കാര്യത്തിലോട്ട് മാത്രം പോവാം. PHP എങ്ങനെ നമ്മൾ HTML ഇൻക്ലൂഡ് ചെയ്യാം, അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ടാഗ്. അതായത് ആംഗുലർ ബ്രാക്കറ്റ് ?PHP. ഈ ഒരു ടാഗ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ PHPയുടെ കോഡ് ഒരു HTML വെബ് പേജിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇങ്ങനെ കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ PHPയുടെ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ PHPയിൽ തന്നെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ്സ് ആണ് എന്ത്, എക്കോ കമാൻഡ് അല്ലെങ്കിൽ പ്രിന്റ് കമാൻഡ്. രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. എന്തെങ്കിലും കാര്യം പ്രിന്റ് ചെയ്യാനായിട്ട് ഔട്ട്പുട്ട് കമാൻഡ് ആയിട്ട് എക്കോ ഉണ്ട്, പ്രിന്റും ഉണ്ട്. ഓക്കെ, സോ എക്കോവും പ്രിന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ എക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം പാരാമീറ്റേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതും നമ്മൾ പാരാന്തിസിസ് ഇല്ലാതെയാണ് നമ്മൾ എക്കോ മെൻഷൻ ചെയ്തിരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ട ഒരു സിംഗിൾ കോഡിന്റെ ഉള്ളിൽ തന്നെയാണ് നമ്മളെല്ലാം കൊടുത്തോണ്ടിരുന്നത്. ഒന്നിലധികം കാര്യങ്ങൾ അറ്റ് എ ടൈം പ്രിന്റ് ചെയ്യാൻ നമുക്ക് കൊടുക്കാൻ പറ്റും എക്കോയിൽ. പക്ഷെ പ്രിന്റ് എന്നുള്ളതിൽ ആകെ ഒരു പാരാമീറ്റർ മാത്രമേ പറ്റുള്ളൂ. ആ പാരാന്തിസിന്റെ ഉള്ളിൽ അത് മാത്രമേ പറ്റുള്ളൂ. എക്കോ എന്ന് പറയുന്നത് തിരിച്ച് വാല്യൂ ഒന്നും തരില്ല. പക്ഷെ പ്രിന്റ് എന്താ, ആ കമാൻഡ് കറക്റ്റ് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ ട്രൂ റിട്ടേൺ ചെയ്യും. നീ എക്സിക്യൂട്ട് ആയില്ല, എറർ എന്തെങ്കിലും കാര്യത്തിൽ അത് പ്രോപ്പറായി എക്സിക്യൂട്ട് ആയില്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. ഓക്കെ, പിന്നെ ഈ എക്കോ എന്ന് പറയുമ്പോൾ പ്രിന്റിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി സ്പീഡുള്ള ഫാസ്റ്റർ മെത്തേഡാണ് കാര്യങ്ങൾ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ പ്രിന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ലോ ആണ്. കാരണം പ്രിന്റ് എന്താ, ട്രൂ വാല്യൂ ഫോൾസ് വാല്യൂ ഒക്കെ റിട്ടേൺ ചെയ്യാനൊക്കെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിന്റ് വളരെ സ്ലോ ആണ്. എക്കോ കുറച്ചും കൂടി ഫാസ്റ്റ് ആണ്. ഓക്കെ, ഇനി മെയിൻ ആയിട്ടുള്ള ഡേറ്റ ടൈപ്സ് എല്ലാത്തിലുള്ള പോലെ PHPയിലും ഡേറ്റ ടൈപ്സ് ഉണ്ട്. ഇത് നമ്മൾ ജാവാസ്ക്രിപ്റ്റും ഒക്കെ പഠിച്ച പോലെ തന്നെയാണ്. വലിയ എക്സ്ട്രാ കാര്യമായിട്ടൊന്നും പഠിക്കാനൊന്നുമില്ല. നമ്മൾ നേരത്തെ കേട്ട ഡാറ്റ ടൈപ്പുകൾ തന്നെയാണ്. അതിൽ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഒന്ന് കോർ ഡാറ്റ ടൈപ്പ് ആയിട്ടും ഒന്ന് സ്പെഷ്യൽ ഡാറ്റ ടൈപ്പ് ആയിട്ടും ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കോർ ഡാറ്റ ടൈപ്പിൽ എന്തൊക്കെയുണ്ട്, ഇൻറ്റിജർ ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്, ബൂലിയൻ ഉണ്ട്, സ്ട്രിങ് ഉണ്ട്. അത് പ്രത്യേകിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ സ്പെഷ്യൽ ഡാറ്റ ടൈപ്പിലാണ് നൾ എന്നുള്ളത്. അതായത് എംടിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നൾ ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അറേ ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, റിസോഴ്സ് ഉണ്ട്. ഇനി വേരിയബിൾസ് എങ്ങനെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ നമുക്ക് നോക്കാം. സോ വേരിയബിൾസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് $സിമ്പലിലാണ്. ഓക്കെ, PHPയിൽ. മറ്റ്
പ്രോഗ്രാമിങ്ങിലൊന്നും അങ്ങനത്തെ ഒരു കൺവെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ PHPക്ക് അകത്ത് ഡോളർ വെച്ചിട്ടാണ് എപ്പോഴും ഒരു വേരിയബിൾ നെയിം നമ്മൾ തുടങ്ങുക. ഇതാ ഇവിടെ ഒരു എക്സാമ്പിൾ $txt = hello എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അതിന് പ്രത്യേകം ഡാറ്റ ടൈപ്പ് അപ്പം അസൈൻ ചെയ്ത് കൊടുക്കില്ല. നമ്മൾ എന്ത് വാല്യൂ ആണോ നമ്മൾ ആ വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുന്നത് അതിനനുസരിച്ച് ആ വേരിയബിൾ ഡാറ്റ ടൈപ്പ് മാറും. സോ ഇവിടെ txt എന്ന് പറയുന്നത് =hello എന്ന് സിംഗിൾ കോഡിൽ കൊടുത്തതുകൊണ്ട് തന്നെ txt എന്താവും, സ്ട്രിംഗ് വേരിയബിൾ ആവും. അതുപോലെ $x = 25 എന്ന് പറഞ്ഞ് കൊടുത്തു. സോ $x എന്താവും, അത് ഇൻറ്റിജർ വേരിയബിൾ ആവും. നമ്മൾ എന്ത് വാല്യൂ ആണ് അസൈൻ ചെയ്യുന്നത് അതിനനുസരിച്ച് അതിന്റെ ഡാറ്റ ടൈപ്പ് മാറും. ഓക്കെ, അങ്ങനെയാണ് PHP വർക്ക് ചെയ്യുന്നത്, നമ്മളെ ജാവാസ്ക്രിപ്റ്റ് പോലെ ഏകദേശം. ഓക്കെ, ഇനിയിപ്പോൾ ആ ഒരു വേരിയബിളിന്റെ ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് var_dump എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ var_dump ബ്രാക്കറ്റിൽ $x എന്ന് പറഞ്ഞു കൊടുത്തു. ഇത് പ്രിന്റ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇൻറ്റിജർ എന്നായിരിക്കും. ഒരു വേരിയബിളിന്റെ ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് var_dump. ഓക്കെ, സോ അതായത് മെയിൻ. പിന്നെ നമ്മൾ ഡാറ്റ ടൈപ്പ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, അതിനകത്ത് ഇൻറ്റിജർ ഫ്ലോട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ജാവാസ്ക്രിപ്റ്റിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതന്നെ ഇതിനകത്ത് എഴുതി കൊടുത്താൽ മതി. ലൈക്ക് അത് സെപ്പറേറ്റ് ചോദിക്കാനും ചാൻസ് കുറവാണ്. ചോദിച്ചാൽ തന്നെ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് പഠിച്ച അതേപോലെ തന്നെ എഴുതി വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ C++ കണ്ടതാണ് ഇൻറ്റിജർ എന്താ, ഫ്ലോട്ട് എന്താ, അല്ലേ, ബൂലിയൻ എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഡാറ്റ ടൈപ്സ്. അത് തന്നെ എഴുതിയാൽ മതി. ഇനി മറ്റേ രണ്ടാമത്തെ കാറ്റഗറിയിൽ അറേസ് എന്നുള്ള ഡാറ്റ ടൈപ്പ് ഉണ്ടായിരുന്നു. സോ ആ അറേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, ഒരേപോലത്തെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ, അത് മൾട്ടിപ്പിൾ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറേസ് യൂസ് ചെയ്യുക. PHPയിലും അതേ കൺസെപ്റ്റ് ആണ് അറേ എന്നുള്ളതിന്. പക്ഷെ അറേ എന്ന് പറയുന്നത് 3 ടൈപ്പ് അറേ ഉണ്ട് PHPയിൽ. ഒന്ന് ഇൻഡെക്സ്ഡ് അറേ, രണ്ട് അസോസിയേറ്റീവ് അറേ, മൂന്നാമത്തെ മൾട്ടി ഡയമെൻഷണൽ അറേ. ഇതിനകത്ത് നമുക്ക് രണ്ടെണ്ണേ പഠിക്കാനുള്ളൂ, ഇൻഡെക്സ്ഡ് അറേയും അസോസിയേറ്റീവ് അറേ. ഇത് രണ്ടും മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. സോ ഇൻഡെക്സ്ഡ് അറേ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ C++ ചെയ്ത അറേ പോലെ തന്നെ ഓരോന്നിനും എന്തുണ്ടാവും, ഇൻഡെക്സ് ഉണ്ടാവും. ഓരോ വാല്യൂവിനും ഇൻഡെക്സ് ഉണ്ടാവും. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡെക്സ് വാല്യൂ ഉണ്ടാവും, അതായത് 0 എന്ന് തുടങ്ങുന്ന ഇൻഡെക്സ് വാല്യൂ. ഇവിടെ $colors = array of എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബ്രാക്കറ്റിൽ 3 വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, റെഡ്, ബ്ലൂ, ഗ്രീൻ എന്നുള്ളത്. സോ റെഡ് എന്നുള്ളതിന് ഇൻഡെക്സ് വാല്യൂ 0 ആയിരിക്കും, ബ്ലൂ എന്നുള്ളതിന് 1 ആയിരിക്കും, ഗ്രീൻ എന്നുള്ളതിന് 2 ആയിരിക്കും. സോ ആ ഇൻഡെക്സ് വാല്യൂ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, അറേ എലമെന്റ്സ് നമ്മൾ ആക്സസ് ചെയ്യാം. സോ അങ്ങനത്തെ അറേനെയാണ് ഇൻഡെക്സ്ഡ് അറേ എന്ന് പറയാം. ഓക്കെ, ഇൻഡെക്സ് വാല്യൂ ഉള്ള അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് വാല്യൂ ഉള്ള അറേ, സാധാരണ നമ്മളെ C++ ഉള്ള പോലെ. സോ അതാണ് ഇൻഡെക്സ്ഡ് അറേ. സോ അറേ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ എപ്പോഴും ഡിഫൈൻ ചെയ്യുക ഈ അറേ എന്നുള്ള കീവേഡ് കൂടി യൂസ് ചെയ്യും കേട്ടോ. ആദ്യം വേരിയബിൾ നെയിം =array എന്നുള്ള കീവേഡ്, പിന്നെ ബ്രാക്കറ്റിൽ അറേയുടെ എലമെന്റ്സ്. അങ്ങനെയാണ് നമ്മൾ അറേ ഡിഫൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി അസോസിയേറ്റീവ് അറേസ് ആണ് രണ്ടാമത്തെ ടൈപ്പ്. അസോസിയേറ്റീവ് അറേസ് എന്ന് പറയുമ്പോൾ ഒരു കീ വാല്യൂ പെയർ പോലെ ആക്റ്റീവ്, അതായത് 2 വാല്യൂസ് വെച്ചിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ $cost എന്ന് പറഞ്ഞിട്ടുള്ള അറേയില് പെന്ന്, പിന്നെ ഒരു ഇത് കണ്ടില്ലേ, ഒരു =, ഒരു > സിമ്പിൾ ഇട്ടിട്ട് 15 എന്ന് പറഞ്ഞ കണ്ടില്ലേ. സോ പെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സസ് ചെയ്യാൻ നോക്കി ഓട്ടോമാറ്റിക്കലി 15 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, അതുപോലെ ബുക്ക് എന്നുള്ള വാല്യൂ വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ നോക്കി നമുക്ക് ഓട്ടോമാറ്റിക്കലി 50 എന്ന് വെച്ച് കിട്ടും. കാരണം പെന്ന് 15 പോയിന്റ് ചെയ്യുന്നു, ബുക്ക് 50 പോയിന്റ് ചെയ്യുന്നു. അത് എക്സാമ്പിൾ ഉണ്ടെങ്കിൽ കാണിക്കാം. അതൊരു വാല്യൂ, കീ വാല്യൂ പെയർ ആയിട്ടാണ്. അതായത് പെൻ എന്ന് പറഞ്ഞ ആ ഒരു കീ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ രണ്ടാമത്തെ വാല്യൂവിനെ ആക്സസ് ചെയ്യുന്നത്. മറ്റൊരു ഇൻഡെക്സ് യൂസ് ചെയ്തിട്ടാണ് വാല്യൂവിനെ ആക്സസ് ചെയ്ത്. ഇവിടെ വാല്യൂവിനെ ആക്സസ് ചെയ്യുന്നത് അതിന് തൊട്ട് മുന്നേ മെൻഷൻ ചെയ്ത കീ വെച്ചിട്ടാണ്. ഇതാണ് കീ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കോഡ് എഴുതാൻ ഉണ്ടാവില്ല, ലൈക്ക് തിയറി ആയിരിക്കും ഉണ്ടാവുക മെയിനായിട്ട്. ഓക്കെ, തിയറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അറേസ് എന്താണ്, അല്ലെങ്കിൽ ഇൻഡെക്സ്ഡ് അറേസ് എന്താണ്, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക. ഇനി PHPയിലും നമുക്ക് എന്തുണ്ട്, ഇഫ് എൽസ്, അതുപോലെ ലൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും അഗെയിൻ അത് ജാവാസ്ക്രിപ്റ്റ് പോലെ തന്നെയാണ് ലൂപ്പും ഇഫും ഇഫ് എൽസ് ഒക്കെ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് പിന്നെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നമ്മൾ നേരത്തെ നോക്കിയ കാര്യമാണ്. ഇതിനകത്ത് എക്സ്ട്രാ ഉള്ള ലൂപ്പാണ് ഫോർ ഈച്ച് ലൂപ്പ് എന്നുള്ളത്. ഓക്കെ, ഈ ഫോർ ഈച്ച് ലൂപ്പ് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു അറേയിലെ എലമെന്റ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർ ഈച്ച് ലൂപ്പ് യൂസ് ചെയ്യുക.
ഫോർ ലൂപ്പും വൈൽ ലൂപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. പക്ഷെ അത് നമ്മൾ നേരത്തെ പഠിച്ചതായതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇതിപ്പോ അറേ ആയിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്ട്രാ ലൂപ്പാണ് ഫോർ ഈച്ച് ലൂപ്പ്. ഇത് അറേയിലെ ഓരോ ഡാറ്റ ആയിട്ട് ആക്സസ് ചെയ്യാൻ യൂസ് ചെയ്യും. അവിടെ ഡോളർ കളേഴ്സ് ഈക്വൽ ടു അറേ ഓഫ് റെഡ് ബ്ലൂ ഗ്രീൻ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഈ 3 വാല്യൂസ് ഉണ്ട് ഈ കളേഴ്സ് എന്നുള്ള അറേയിൽ. സോ അതിന് ഓരോ വാല്യൂ എടുത്ത് നമ്മൾ പ്രിന്റ് ചെയ്യാനുള്ള ലൂപ്പാണ് കാണുന്നത്, ഫോർ ഈച്ച് ലൂപ്പ്. അതിനാദ്യം ഫോർ ഈച്ച് എന്ന് എഴുതി ബ്രാക്കറ്റിൽ നമ്മൾ അറേയുടെ പേര് എഴുതി ഡോളർ കളർ, എന്നിട്ട് ആസ് എന്ന് പറഞ്ഞ് വേറൊരു വേരിയബിളിനെ കൊടുത്തു, ഒരു സിംഗിൾ വേരിയബിൾ ഡോളർ വാല്യൂ എന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് അതിനുള്ള ആ ഒരു ലൂപ്പിനുള്ളിൽ എക്കോ വാല്യൂ എന്ന് കൊടുത്തു കഴിയുമ്പോൾ ഇതിന്റെ എക്സിക്യൂഷൻ ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇവിടെ വരും കളർ ആസ് വാല്യൂ എന്ന് പറഞ്ഞ് കൊടുത്തില്ലേ. സോ ആദ്യം എന്ത് ചെയ്യും, റെഡ് എന്നുള്ള വാല്യൂവിനെ എടുക്കും കളേഴ്സിലെ, എന്നിട്ട് എന്ത് ചെയ്യും, ഈ വാല്യൂ എന്ന് എഴുതിയിട്ടുള്ളൊരു വേരിയബിൾ ഇല്ലേ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ആദ്യത്തെ ഐട്രേഷനിൽ ഫസ്റ്റത്തെ എലമെന്റിനെ എടുത്ത് ഡോളർ വാല്യൂവിലോട്ട് ഇട്ട് കൊടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, അത് പ്രിന്റ് ചെയ്യും. രണ്ടാമത്തെ ഇതിൽ ബ്ലൂ എന്നുള്ളതിനെ എടുക്കും, അതിന് ഡോളർ വാല്യൂ എന്നുള്ള വേരിയബിളോട്ട് ഇട്ടും അതിനെ പ്രിന്റ് ചെയ്യും. പിന്നെ ഗ്രീനിനെ എടുത്തിട്ട് ഡോളർ വാല്യൂ എന്നുള്ള വേരിയബിളോട്ട് അസൈൻ ചെയ്ത് കൊടുക്കും, എന്നിട്ട് അത് പ്രിന്റ് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു ഫോർ ഈച്ച് ലൂപ്പ് വർക്ക് ചെയ്യുക. അതായത് ഫോർ ഈച്ച് എലമെന്റ്, അതായത് ഓരോ എലമെന്റ് ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യും, ഇതിനകത്തോട്ട് ഇടും, ഈ ഒരു രണ്ടാമത് കൊടുത്ത വേരിയബിളിലോട്ട് ഇടും, എന്നിട്ട് ആ വേരിയബിളിനെ പ്രിന്റ് ചെയ്ത് കൊടുക്കും. ഓരോ ഐട്രേഷനിലും ഓരോ റൊട്ടേഷനിലും എന്താവും, ഓരോ അടുത്തടുത്ത വാല്യൂവിനെ എടുത്ത് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ വേരിയബിളിലോട്ട് ഇടും. സോ നമ്മൾ ആ വേരിയബിളിനെ പ്രിന്റ് ചെയ്ത് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കലി 1 by 1 ആയിട്ട് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വരും. ഓക്കെ, സോ അറേ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലൂപ്പാണ് ഫോർ ഈച്ച് ലൂപ്പ്. ഓക്കെ, PHP-ക്കകത്ത് അത് അങ്ങനെയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അറേ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലൂപ്പ് ഏതാണെന്നുള്ളത്. ഇത് കോഡിങ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കോഡിങ് വരാൻ ചാൻസ് വളരെ കുറവാണ് കേട്ടോ. ഇനി ഇൻഡെക്സ്ഡ് അറേയുടെ കേസാണ്. സോറി, ഇൻഡെക്സ്ഡ് അറേ അല്ല, ഈ അറേ തന്നെ നമ്മൾ വേറെ രീതിയിൽ നമുക്ക് ആക്സസ് ചെയ്യാം. അതായത് നേരത്തെ ഡയറക്റ്റ് ആക്സസ് ചെയ്ത് നമ്മൾ പ്രിന്റ് ചെയ്തു, ഇനി വേറെ രീതിയിൽ പ്രിന്റ് ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. എഗെയിൻ സെയിം അറേ ആണ് ഇവിടെ, കളേഴ്സ് എന്നുള്ള അറേ. അത് എങ്ങനെ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ നോക്കാം. ഫോർ ഈച്ച് എന്ന് പറഞ്ഞ് കൊടുത്തു, ഡോളർ കളർ ആ അറേയുടെ പേര് കൊടുത്തു, ആസ് ഡോളർ കീ എന്ന് പറഞ്ഞു കൊടുത്തു. കീ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് വീണ്ടും ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ സിമ്പിൾ, പോയിന്റ് ചെയ്യുന്ന സിമ്പിൾ, ആൻഡ് വാല്യൂ എന്ന് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് എടുക്കില്ലേ, ഫസ്റ്റ് എലമെന്റ് എടുക്കുന്ന സമയത്ത് ഈ കീയിൽ 0 എന്നും വരും, ആ എലമെന്റിന്റെ വാല്യൂ അതായത് റെഡ് എന്നുള്ളത് ഈ ഒരു വേരിയബിളും വരും. ബേസിക്കലി ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരത്തെ ജസ്റ്റ് റെഡ് ബ്ലൂ ഗ്രീൻ എന്ന് പ്രിന്റ് ചെയ്യുള്ളായിരുന്നു. ഈ ഒരു മെത്തേഡിൽ 0 റെഡ് 1 ബ്ലൂ 2 ഗ്രീൻ എന്നുള്ള രീതിയിൽ നമ്മൾ നമ്പറിങ്ങോട് കൂടി പ്രിന്റ് ചെയ്യണം. അതായത് ഇൻഡെക്സ് വാല്യൂ അടക്കം പ്രിന്റ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. നേരത്തെ ജസ്റ്റ് നമ്മൾ അറേയിലെ എലമെന്റ്സ് മാത്രമാണ് പ്രിന്റ് ചെയ്തത്. ഇനി അറേയുടെ എലമെന്റും കൂടെ ആ അറേയുടെ ഇൻഡെക്സ് വാല്യൂസും പ്രിന്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ പ്രിന്റ് ചെയ്യാൻ നോക്കുക. ഫോർ ഈച്ച് എന്ന് പറഞ്ഞു കൊടുത്തു, ഡോളർ കളർ ആസ് കീ പോയിന്റിങ് വാല്യൂ. സോ കീ എന്നുള്ളതിൽ എപ്പോഴും എന്തായിരിക്കും, ഇൻഡെക്സ് വാല്യൂസ് ആയിരിക്കും. നമ്മൾ എടുക്കുന്ന എലമെന്റിന്റെ ഇൻഡെക്സ് വാല്യൂ ഇതിനകത്തും ആ എലമെന്റിനെ ഈ വാല്യൂ എന്നുള്ള വേരിയബിളിനകത്തോട്ടും സ്റ്റോർ ആവും. എന്നിട്ട് ഇവിടെ വന്നിട്ട് അത് പ്രിന്റ് ആവും. സോ ആദ്യം പ്രിന്റ് ആവുക എന്താ, 0-red എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ആവും. എന്നിട്ട് അടുത്ത എലമെന്റ് എടുക്കും ബ്ലൂ. സോ ബ്ലൂവിന്റെ ഇൻഡെക്സ് വാല്യൂ കീയിലുണ്ടാവും, ബ്ലൂ ഇവിടെയും വരും. സോ 1 ബ്ലൂ എന്ന് പറഞ്ഞ് പ്രിന്റ് ആവും. പിന്നെ അടുത്ത ഇറ്ററേഷനിൽ 2 ഗ്രീൻ എന്ന് പറഞ്ഞ് പ്രിന്റ് ആവും. സോ ഇൻഡെക്സ് വാല്യൂവും എലമെന്റും കൂടി ഒരുമിച്ച് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുക. വെറുതെ എലമെന്റ് മാത്രം പ്രിന്റ് ചെയ്യണം എന്നാണെങ്കിൽ നമ്മൾ തൊട്ട് മുന്നത്തെ മെത്തേഡിൽ ഇതേപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി കുറച്ച് ഫങ്ഷൻസും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ ഈ ഒരു ചാപ്റ്ററിന്റെ തീരും. ഓക്കെ, ഇതിനകത്ത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് അധികം നോക്കണം എന്നില്ല, നമുക്ക് ബിൽറ്റ് ഇൻ ഫങ്ഷൻസിലോട്ട് കിടക്കാം. PHP-യിലെ മെയിൻ ആയിട്ട് ആകെ 4 ബിൽറ്റ് ഇൻ ഫങ്ഷൻ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, അതിൽ CHR എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഫംഗ്ഷൻ. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു ആസ്കി വാല്യൂ, ആസ്കി കോഡൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അങ്ങനെ ഏതെങ്കിലും ആസ്കി കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ആസ്കി കോഡിന്റെ ക്യാരക്ടർ ഏതാന്നുള്ളത് റിട്ടേൺ ചെയ്യും. അതാണ് ഈ ഫംഗ്ഷൻ ചെയ്യുന്നത്, CHR. ഓക്കെ, ഒരു ആസ്കി കോഡ് നമ്മൾ
ഇതിൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആസ്കി കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഏത് ലെറ്റർ ആണോ ആ ലെറ്റർ പ്രിന്റ് ആവും. ഇനി രണ്ടാമത്തെ STRLEN, ഇത് നിങ്ങൾ +1 തൊട്ട് പഠിക്കുന്നതാണ്. STRLEN എന്തിനായിരിക്കും? ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ്. ഇത് നിങ്ങൾ എന്താ ഫംഗ്ഷനും അതിന്റെ ജസ്റ്റ് പർപ്പസ് മാത്രം അറിഞ്ഞിരുന്നാൽ മതിയേ. ഇനി STRPOS എന്ന് പറഞ്ഞാൽ STR എന്താ? സ്ട്രിങ്, POS പൊസിഷൻ അല്ലേ? സോ അത് ഷോർട്ട് ആക്കിയതാണ് STRPOS. ഇത് എന്തിനാന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സ്ട്രിങ്ങിനെ വേറൊരു സ്ട്രിങ്ങിൽ ഏതെങ്കിലും നമ്മളൊരു സ്ട്രിങ് പ്രസന്റ് ആണോ അല്ലയോ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് STRPOS. ഓക്കെ, ഒരു സ്ട്രിങ്ങിനെ മറ്റൊരു സ്ട്രിങ്ങിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ബേസിക്കലി ഒരു സ്ട്രിങ്ങിനെ സെർച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് STRPOS. സോ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ സെർച്ച് ചെയ്യാൻ കൊടുത്ത ആ ഒരു പർട്ടിക്കുലർ വേർഡ് നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ഇതിൽ ഏറ്റവും ആദ്യം എവിടെയാണോ വരുന്നത്, അതിന്റെ ഫസ്റ്റ് ഒക്യൂറൻസ് എവിടെയാണോ അതിനെ റിട്ടേൺ ചെയ്യും. ഓക്കെ, സോ ബേസിക്കലി സെർച്ചിന് വേണ്ടിയിട്ടാണ് STRPOS യൂസ് ചെയ്യുന്നത്. ഇനി രണ്ട് സ്ട്രിങ്സ് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് STRCMP. ഇതും നമ്മൾ +1 പഠിച്ചതാണ് അല്ലേ, C++. അതേപോലെ തന്നെയാണ് ഇവിടെയും STRCMP. CAT ബിൽറ്റ് ഇൻ ആയിരിക്കും, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. കാരണം അങ്ങനെ വരുന്നതൊക്കെ നേരത്തെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ബേസിക്കലി എന്താണ്, നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമുക്ക് ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്തിട്ട് തരുന്ന ഫംഗ്ഷൻസ് ആണ്. അതിനെയാണ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ഫംഗ്ഷൻസിനെയാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്നും പറയാം. ഓക്കെ, സോ ഈ 4 ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ ടെക്സ്റ്റിലുള്ള സെയിം സംഭവമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അറ്റ്ലീസ്റ്റ് പേരും അതിന്റെ ഇത് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കുക. കാരണം ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ ചാൻസ് ഉള്ളതാണ്. സോ ഇത്രയാണ് PHP നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മെയിൻ ആയിട്ട്. കാരണം PHP ഫുൾ ചാപ്റ്റർ ഈ ഒരു ടേമിലേക്ക് ഇല്ല, പകുതിയേ ഉള്ളൂ. സോ അതുകൊണ്ട് ഇത്രയും പോർഷൻ മാത്രമേ നമ്മൾ PHP എന്നുള്ള ചാപ്റ്റർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ടേമിലെ ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കിയായിരുന്നാ മക്കളെ? ഓക്കെ, ഫസ്റ്റ് ടേമിലെ നമ്മൾ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. വേറെ ഒന്നും നോക്കിയില്ലെങ്കിലും സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സും ഡാറ്റ സ്ട്രക്ചേഴ്സും ഇത് രണ്ടുമാണ് ഫസ്റ്റ് ടേമിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ടേമിലെ കുറച്ച് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. സ്ട്രക്ചേഴ്സ് ഓൾറെഡി എന്താണെന്ന് അറിയാലോ, ഞാൻ എന്താണെന്ന് പറയുന്നില്ല. ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ് സ്ട്രക്ചേഴ്സ്. സോ നമ്മൾ ചിലപ്പോൾ ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്പ് ആണോ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണോ എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. സോ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മളായിട്ട് ഡിഫൈൻ ചെയ്യാണല്ലോ അതിന്റെ മൊത്തത്തിലുള്ള കാര്യം. സോ അത് ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്. ഓക്കെ, സോ അത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് സ്ട്രക്ട് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ്. ഇനി സ്ട്രക്ചറിലെ ഈ ഒരു എലമെന്റ്സിനെ ആക്സസ് ചെയ്യാൻ എങ്ങനെയാ? സ്ട്രക്ചറിന്റെ ഒരു വേരിയബിൾ ഉണ്ടാക്കിയിട്ട് ഡോട്ട് എന്നുള്ള ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഓരോ വാല്യൂവിനെയും ആക്സസ് ചെയ്യുക അല്ലെ, സ്ട്രക്ചറിന്റെ വാല്യൂസിനെ ആക്സസ് ചെയ്യുക. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഡോട്ട് എന്നുള്ള ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് സ്ട്രക്ചറിന്റെ എലമെന്റ്സിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സി ഔട്ട്, ഇവിടെ ആദ്യം നോക്കുക സ്റ്റുഡന്റ് S1 = എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ ഈ സ്ട്രക്ചറിന്റെ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ടാക്കി അല്ലെ, S1 സ്ട്രക്ചർ വേരിയബിൾ ഇവിടെ ഉണ്ടാക്കി. എന്നിട്ട് അതിലോട്ട് വാല്യൂ കൊടുത്തു 102. അഡ്മിഷൻ നമ്പറിൽ പോയി സേവ് ആവും. ഈ പേര് ഇതാ ഈ നെയിം എന്നുള്ള വേരിയബിൾ സേവ് ആവും. 1500 എന്നുള്ളത് ഈ ഫീ എന്നുള്ള വേരിയബിളിലോട്ട് സ്റ്റോർ ആവും അല്ലേ. ഇനി നമുക്ക് അതിനകത്ത് അഡ്മിഷൻ നമ്പറും നെയിമും പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ സി ഔട്ട് ഈ സ്ട്രക്ചർ വേരിയബിളിന്റെ പേര് കൊടുക്കുക, S1 ഡോട്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? ഇവിടെ അഡ്മിഷൻ നമ്പറാണ് പ്രിന്റ് ചെയ്യണം. സോ അതുകൊണ്ട് ഡോട്ട് അഡ്മിഷൻ നമ്പറിന്റെ വേരിയബിൾ കൊടുക്കുക. സോ നമ്മൾ സ്ട്രക്ചറിന്റെ വേരിയബിളിന്റെ പേര് ഡോട്ട് അതിനകത്ത് ഓരോ എലമെന്റിന്റെ പേര് കൊടുക്കുക. നമുക്ക് ഏതെങ്കിലും രീതിയിൽ അതിലെ വാല്യൂ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. സോ ഇതാ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഈ താഴെ കൊടുത്ത കോഡിലെ എറർ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ ഈ കോഡ് കാണുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നം തോന്നില്ല. പക്ഷെ ഇതിലെ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇതിലെ മെയിൻ മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ ഇതാ ഇന്റ് m = 1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ലേ, m എന്നുള്ള വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ലേ, അതൊരിക്കലും സ്ട്രക്ചറിനുള്ളിൽ ചെയ്യാൻ പാടില്ല. അത് വലിയൊരു എററാണ്. ഓക്കെ, ബാക്കി ഒക്കെ കറക്റ്റ് ആണ്. ഇവിടെ ഇന്റ് m = 1 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ റോങ്. ഒരിക്കലും സ്ട്രക്ചറിന്റെ ഉള്ളിലുള്ള വേരിയബിളിൽ അതിനുള്ളിൽ തന്നെ ഇനീഷ്യലൈസേഷൻ നടത്താൻ പാടില്ല. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇതും കഴിഞ്ഞ വർഷത്തെ
ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. ഇനി നമുക്ക് പോയിന്റേഴ്സ് നോക്കാം. പോയിന്റേഴ്സ് എന്തിനാണ്? നമുക്കൊരു മെമ്മറി അഡ്രസ് സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾ ആണ് പോയിന്റർ വേരിയബിൾ എന്ന് പറയുന്നത്. അറിയാലോ, പോയിന്റേഴ്സ് ഡിഫൈൻ ചെയ്യുന്നത് ഡാറ്റ ടൈപ്പ് സ്റ്റാർ എന്നുള്ള സിമ്പിൾ വെച്ചിട്ട് പിന്നെ വേരിയബിളിന്റെ പേര്. സോ ഇങ്ങനെ ഒരു വേരിയബിൾ കണ്ടാൽ അത് പോയിന്റർ വേരിയബിൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇതാ ഇവിടെ ഈ എക്സാമ്പിൾ നോക്കാം നമുക്ക് വേഗം. സോ ഈ എക്സാമ്പിളിൽ സ്റ്റാർ PTR1 എന്ന് പറഞ്ഞ ഒരു പോയിന്റർ വേരിയബിൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഇന്റിജർ വേരിയബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്റ് നം ഈക്വൽ ടു 1600 എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? അടുത്ത സ്റ്റേറ്റ്മെന്റിൽ PTR is equal to ആംപർസെന്റ് നം എന്ന് പറഞ്ഞു കൊടുത്തു. സോ ഇതിന്റെ മീനിങ് എന്താ? ആംപർസെന്റ് എന്ന് പറഞ്ഞു കൊടുത്താൽ അതിന്റെ അർത്ഥം അഡ്രസ് ആണ്. ഓക്കെ, സോ ആംപർസെന്റ് നം എന്ന് പറഞ്ഞാൽ നം എന്നുള്ള വേരിയബിളിന്റെ മെമ്മറി അഡ്രസ് എടുത്തിട്ട് എന്ത് ചെയ്യും? PTR എന്നുള്ള പോയിന്റർ വേരിയബിൾ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെച്ചു. ഓക്കെ, സോ ഇപ്പൊ PTRലുള്ളത് നമ്മളെ നം എന്നുള്ള വേരിയബിളിന്റെ മെമ്മറി അഡ്രസ് ആണ്. ഇനി നമ്മളിവിടെ സി ഔട്ട് സ്റ്റാർ PTR എന്ന് പറഞ്ഞു കൊടുത്തു. സോ സ്റ്റാർ PTR എന്ന് പറഞ്ഞു കൊടുത്താൽ ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ സ്റ്റാർ കൊടുത്തതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യും? PTR എന്നുള്ള വേരിയബിളിലെ മെമ്മറി അഡ്രസ് ഏതാന്ന് നോക്കും. ആ മെമ്മറി അഡ്രസ് പോയിന്റ് ചെയ്യുന്ന വേരിയബിള് നോക്കും. ആ വേരിയബിളിന്റെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുക. സോ ഇവിടെ സ്റ്റാർ PTR എന്ന് കൊടുത്താൽ എന്താവും? 1600 എന്നാ പ്രിന്റ് ചെയ്യുക. കാരണം ഈ പോയിന്റർ വേരിയബിളിന്റെ അഡ്രസ് എന്താ? നം എന്നുള്ള വേരിയബിളിന്റെ അഡ്രസ് അല്ലേ? സോ ആ നം എന്നുള്ള വേരിയബിളിന്റെ അഡ്രസ്സിന്റെ വാല്യൂനെയാണ് അവിടെ പ്രിന്റ് ചെയ്യുക സ്റ്റാർ കൊടുത്തുകൊണ്ട്. ഇനി നമ്മൾ സ്റ്റാർ കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. സ്റ്റാർ കൊടുക്കാതെ സി ഔട്ട് PTR എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? നേരെ PTRൽ എന്താ ഉള്ളത്? മറ്റേ മെമ്മറി അഡ്രസ് അല്ലെ? നം എന്നുള്ള വേരിയബിളിന്റെ മെമ്മറി അഡ്രസ് അത് അതേപോലെ പ്രിന്റ് ആവും. ഇനി അതിലെ വാല്യൂ ആണ് കിട്ടണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ സ്റ്റാർ എന്ന് പറഞ്ഞ് കൊടുക്കുക. ആ മെമ്മറി അഡ്രസ്സിലെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർ കൊടുക്കും. ആ മെമ്മറി അഡ്രസ് അതേപോലെ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ PTR കൊടുക്കും. ഓക്കെ, സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം വാല്യൂ ആണ് വരിക. സ്റ്റാർ കൊടുക്കാതിരുന്നാൽ മെമ്മറി അഡ്രസ്സും പ്രിന്റ് ആവും. ഓക്കെ, അത് അറിഞ്ഞിരിക്കണേ ആ ഒരു ഡിഫറൻസ്. വാല്യൂ കിട്ടണമെങ്കിൽ എപ്പോഴും നമ്മൾ സ്റ്റാർ കൊടുക്കണം. ഇനി രണ്ട് രീതിയിലുള്ള മെമ്മറി അലോക്കേഷൻ ആണ് മെയിൻ ആയിട്ടുള്ളത്. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനും ഡൈനാമിക് മെമ്മറി അലോക്കേഷനും. നമ്മൾ സാധാരണ ഇത്രയും കാലം യൂസ് ചെയ്യുന്നതൊക്കെ എപ്പോഴും സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനാണ്. ഓക്കെ, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് വെച്ചാൽ നമ്മളായിട്ട് റൺ ടൈമിൽ എന്ത് ചെയ്യും? മെമ്മറി അലോക്കേറ്റ് ചെയ്യും. റൺ ടൈമിലെ മെമ്മറി അലോക്കേഷനാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറയാം. കമ്പൈൽ ടൈമിൽ നടത്തുന്നതിന് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്നും പറയും. സോ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് ഓപ്പറേറ്റേഴ്സ് ആണ് ന്യൂ ഓപ്പറേറ്ററും ഡിലീറ്റ് ഓപ്പറേറ്ററും. ഓക്കെ, ഡൈനാമിക് മെമ്മറി അലോക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ഓപ്പറേറ്റേഴ്സ് ആണ് ന്യൂ ഓപ്പറേറ്ററും ഡിലീറ്റ് ഓപ്പറേറ്ററും. അതിൽ ന്യൂ ഓപ്പറേറ്റർ വെച്ചിട്ട് പുതിയതായിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യും. അങ്ങനെ അലോക്കേറ്റ് ചെയ്ത മെമ്മറി നമുക്ക് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിലീറ്റ് ഓപ്പറേറ്ററും യൂസ് ചെയ്യും. ഓക്കെ, സോ അത് അറിഞ്ഞിരിക്കുക. ഡൈനാമിക് മെമ്മറി അലോക്കേഷനിൽ ഈ രണ്ട് ഓപ്പറേറ്റർ ഉണ്ട് എന്നുള്ളത്. എന്താ അഗെയിൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ ആണ്. PTR1 എന്നുള്ളൊരു പോയിന്റർ വേരിയബിൾ ഉണ്ട്. എന്നിട്ട് ഇതാ ന്യൂ എന്നുള്ള ഓപ്പറേറ്റർ വെച്ചിട്ട് നമ്മൾ റൺ ടൈമിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുക. PTR1 ഈക്വൽ ടു ന്യൂ ഇന്റ് ഓഫ് 5 എന്ന് പറഞ്ഞ് കൊടുത്തു. സോ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഒരു ഇന്റിജർ വാല്യൂ 5 എന്നുള്ള ഇന്റിജർ വാല്യൂ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യും. ഇതാ ഇവിടെ. എന്നിട്ട് അതിന്റെ മെമ്മറി അഡ്രസ് എന്ത് ചെയ്യും? PTR1 പോയി സ്റ്റോർ ആവും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഇന്റിജർ ടൈപ്പിലുള്ള ഒരു വേരിയബിള് ക്രിയേറ്റ് ആവും. അതിൽ 5 എന്നുള്ള വാല്യൂ സ്റ്റോർ ആവും. എന്നിട്ട് അതിന്റെ മെമ്മറി അഡ്രസ് നേരെ PTR1 കൊണ്ടുപോയി സേവ് ചെയ്ത് വെക്കും. ഇനി അഗൈൻ ഇവിടെ സി ഔട്ട് സ്റ്റാർ PTR എന്ന് പറഞ്ഞു കൊടുത്താൽ എന്തായിരിക്കും? ഈ PTRനകത്ത് എന്താ? മെമ്മറി അഡ്രസ് അല്ലേ? പക്ഷെ അതാണോ പ്രിന്റ് ചെയ്യാല്ല? സ്റ്റാർ എന്ന് കൊടുത്തോണ്ട് തന്നെ ഈ മെമ്മറി അഡ്രസ്സിലോട്ട് പോകും. സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ പോയിന്റ് ചെയ്യും. പോയിന്റ് ചെയ്തിട്ട് അവിടുത്തെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുക. ഇനി സി ഔട്ട് PTR എന്ന് മാത്രം കൊടുത്താൽ എന്ത് പ്രിന്റ് ചെയ്യും? 1000 തന്നെ പ്രിന്റ് ചെയ്യും അല്ലേ? ഇനിയിപ്പോ സ്റ്റാർ PTR+1 എന്ന് പറഞ്ഞ കൊടുത്താൽ എന്തായിരിക്കും ഉണ്ടാവുക? സ്റ്റാർ PTR എന്ന് പറയുമ്പോൾ അഗെയിൻ എന്താ? ഇത് വാല്യൂയിലോട്ടല്ലേ പോയിന്റ് ചെയ്യുന്നത്. സോ 5+1 6 പ്രിന്റ് ചെയ്യും അല്ലേ? സ്റ്റാർ PTR സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ വാല്യൂയിലോട്ട് പോയിന്റ് ചെയ്യുവേ. സ്റ്റാർ കൊടുക്കാതിരുന്നാൽ മാത്രമേ ആ അഡ്രസ് പ്രിന്റ് ചെയ്യുള്ളൂ. ഇനി സ്റ്റാറിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഡീറെഫറൻസ് ഓപ്പറേറ്റർ.
സോ സ്റ്റാർ കൊടുക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, പോയിന്റർ വേരിയബിളിലെ നമ്മൾ അഡ്രസ്സിനും പകരം വാല്യൂ പ്രിന്റ് ചെയ്യുക അല്ലേ. സോ അതുകൊണ്ടാണ് അതിനെ ഡി റെഫറൻസ് എന്ന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ ഇൻഡയറക്ഷൻ എന്നും പറയും, അല്ലെങ്കിൽ ഡി റെഫറൻസ് ഓപ്പറേറ്റർ എന്നും പറയും സ്റ്റാറിനെ. ഓക്കെ, സോ എപ്പോഴും ഓർത്തിരിക്കുക, സി ഔട്ട് സ്റ്റാർ പോയിന്റർ വേരിയബിൾ എന്നാണെങ്കിൽ ആ പോയിന്റർ വേരിയബിൾ പോയിന്റ് ചെയ്യുന്നിടത്ത വാല്യൂ പ്രിന്റ് ചെയ്യും. വെറുതെ സി ഔട്ട് പി ടി ആർ അല്ലെങ്കിൽ സി ഔട്ട് പോയിന്റർ വേരിയബിൾ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റർ വേരിയബിളിലെ മെമ്മറി അഡ്രസ്സ് പ്രിന്റ് ചെയ്യും. ഓക്കെ, വ്യത്യാസം വേണം. സ്റ്റാർ എപ്പോഴും വാല്യൂ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കും. ഓക്കെ, അതാണ് മെയിൻ ആ ഒരു ചാപ്റ്ററിലുള്ള പോയിന്ററും സ്ട്രക്ചറും ആണ് മെയിൻ ആയിട്ട് അതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള 2 ക്വസ്റ്റ്യൻസും. ഓക്കെ, ഇനി ചാപ്റ്റർ 2 ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളായിരിക്കും വരിക. അഗെയിൻ ഫസ്റ്റ് ടേമിൽ സ്ട്രക്ചേഴ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്, സ്ട്രക്ചേഴ്സും അതുപോലെ 4th ചാപ്റ്റർ വെബ് ടെക്നോളജി, അതുപോലെ ഡാറ്റ സ്ട്രക്ചേഴ്സ്, ഈ 3 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളതിൽ കുറച്ച് വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ്. ഓക്കെ, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് അധികം വെയിറ്റേജ് ഇല്ല. ഇതിലെ മെയിൻ ആയിട്ട് ആ കൺസെപ്റ്റുകൾ എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ റിയൽ വേൾഡിൽ കാണുന്ന എന്തും ഒബ്ജക്റ്റ് ആണ്. ഓരോ ഒബ്ജക്റ്റിനും എന്തുണ്ടാവും, കുറേ പ്രോപ്പർട്ടീസും ബിഹേവിയേഴ്സും ഒക്കെ ഉണ്ടാവും. ഈ ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പ്ലാൻ ആണ് അല്ലെങ്കിൽ ഒരു മോഡലാണ് എന്ത് ക്ലാസ് എന്ന് പറയുന്നത്. ക്ലാസിന്റെ ബേസിസിലാണ് ഒബ്ജക്റ്റ് ഉണ്ടാവുക. പിന്നെ ഡാറ്റ അബ്സ്ട്രാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പുറമേക്ക് കാണിച്ചിട്ട് ആവശ്യമുള്ള ഇൻ ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ യൂസേഴ്സിന് ഹൈഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു. നമ്മളിപ്പം റിമോട്ടിന്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ റിമോട്ടിന്റെ ബേസിക് വർക്കിംഗ് നമുക്കറിയില്ല, കാരണം പുറമേക്ക് കാണുന്ന സ്വിച്ചും കാര്യങ്ങളും മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഉള്ളിൽ കുറേ വർക്കിംഗ് ഉണ്ട് അല്ലേ. സോ അതൊന്നും നമ്മളെ കാണിക്കാതെ അതൊക്കെ കവർ ചെയ്ത് വെച്ചേക്കല്ലേ. അങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുന്നതിന് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയും, ഡീറ്റെയിൽസ് ഒക്കെ ഹൈഡ് ചെയ്ത് വെക്കുന്നതിന്. അതുപോലെ ഡാറ്റ എൻകാപ്സുലേഷൻ എന്ന് വെച്ചാൽ ക്യാപ്സ്യൂളുകൾ ആലോചിക്കുക. ക്യാപ്സ്യൂളുകൾ എന്തുണ്ടാവും, കുറേ മെഡിസിനൽ സംഭവങ്ങൾ കൂടി ചേർന്നിട്ടാണ് ഒരു ക്യാപ്സ്യൂൾ ഉണ്ടാകുന്നത് അല്ലേ, നമ്മൾ കഴിക്കുന്ന മെഡിസിൻ. അതേപോലെ കുറേ വേരിയബിൾസും ഫങ്ഷൻസും ചേർന്നിട്ടാണ് ക്ലാസ് ഉണ്ടാവുന്നത്. സോ ആ ക്ലാസ്സിനെ ഒരു ഡാറ്റ എൻകാപ്സുലേഷൻ്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. പല വേരിയബിൾസും ഫങ്ഷൻസും ചേർന്നിട്ട് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടല്ലേ ക്ലാസ് ഉള്ളത്. സോ അതൊരു ഡാറ്റ എൻകാപ്സുലേഷൻ്റെ എക്സാമ്പിൾ ആണ്. ദെൻ മോഡുലാരിറ്റി അല്ലെങ്കിൽ മോഡുലറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഡ്യൂൾസ് ആക്കി തിരിക്കുക. വലിയൊരു സംഭവത്തിനെ നമ്മൾ എന്ത് ചെയ്യും, ചെറിയ ചെറിയ ഇതായിട്ട് ഡിവൈഡ് ചെയ്യും. നമ്മൾ +1 ഫങ്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പറയില്ലേ, അതേപോലെ. ഇപ്പോൾ നിങ്ങൾക്കുള്ള ഇപ്പം C++ ആണെങ്കിൽ എന്താണെങ്കിലും വലിയൊരു കോൺസെപ്റ്റിനെ പല ചാപ്റ്റേഴ്സ് ആയിട്ട് അല്ലേ, പല ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടല്ലേ നിങ്ങൾ ബുക്കിലുള്ളത്. അതേപോലെ പലതായിട്ട് വലിയൊരു കാര്യത്തിന് വളരെ ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് മോഡുലറൈസേഷൻ എന്ന് പറയാം. ഇനി ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ക്ലാസിന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് പുതിയൊരു ക്ലാസ്സിനെ ഫോം ചെയ്യുന്നതിനാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുക ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിൽ കേട്ടോ. ജനറൽ കൺസെപ്റ്റിൽ ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ നമ്മൾ പാരമ്പര്യം എന്നൊക്കെ പറയുന്ന പോലെ, അതായത് നമ്മൾ പാരൻസിന്റെ കുറേ ട്രേറ്റ്സും ബിഹേവിയേഴ്സും നമുക്കും ഉണ്ടാവും അല്ലേ. അതാണ് നമ്മൾ ജനറലി പറയുന്ന ഇൻഹെറിറ്റൻസ്. ക്ലാസിന്റെ കൺസെപ്റ്റിൽ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റിലോട്ട് വരുമ്പോൾ ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ ഓൾറെഡി ഉള്ള ക്ലാസ്സിൽ നിന്ന് പുതിയൊരു ക്ലാസ്സിന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്, ആ ഉള്ള ക്ലാസ്സിന്റെ കുറേ പ്രോപ്പർട്ടീസ് എല്ലാം വെച്ചിട്ട്. അതിനാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുക. ദെൻ പോളിമോർഫിസം എന്ന് വെച്ചാൽ പോളി എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ എന്നാണ് അർത്ഥം. ഓക്കെ, അതായത് പല സ്ഥലത്തും പല രീതിയിൽ ഒന്നിൽ കൂടുതൽ ഫോമുകൾ ഉള്ളതിനാണ് പോളിമോർഫിസം എന്ന് പറയാം. അതായത് ഒരേ ഫംഗ്ഷൻ നെയിമിൽ തന്നെ പല പല ഫംഗ്ഷൻസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഏരിയ എന്നുള്ളൊരു ഫംഗ്ഷൻ എഴുതി വിചാരിക്കുക, ആ ഏരിയ എന്നുള്ള ഫംഗ്ഷൻ തന്നെ നമുക്ക് സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനും റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനും അതേപോലെ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. അതായത് ഒരേ കാര്യം തന്നെ പല തരത്തിൽ പല സ്ഥലങ്ങളിൽ പല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുക. അതിനാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചതായിരിക്കല്ലോ, നമ്മൾ റിവിഷൻ എക്സാം നടത്തിയതായിരുന്നു അല്ലേ. പോളിമോർഫിസത്തിൽ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഉണ്ട്, ഫംഗ്ഷൻ ഓവർലോഡിംഗും ഉണ്ട്, അതും അറിഞ്ഞിരിക്കുക. ഓക്കെ, അത് രണ്ടും പോളിമോർഫിസത്തിന്റെ എക്സാമ്പിൾ ആണ്. ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് വെച്ചാൽ ഒരു ഓപ്പറേറ്ററിന് പുതിയൊരു മീനിങ് കൊടുക്കുന്നതിനാണ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്, എക്സാം എടുത്താണ് കഴിഞ്ഞ വീക്കിൽ റിവിഷൻ. അതൊന്നും അധികം പറഞ്ഞു പോകുന്നില്ല. അടുത്തിലോട്ട് ഇതൊക്കെ നമ്മൾ കണ്ടതാ.
പിന്നെ ഇൻഹെറിറ്റൻസിൽ കുറെ ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസിനെ കുറിച്ച് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഒരു ക്ലാസിന്റെ ബേസിസിൽ മാത്രം ഇൻഹെറിറ്റ് ചെയ്യുകയാണെങ്കിൽ സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയും. ഒരു ക്ലാസിന്റെ ബേസിസിൽ കുറെ ക്ലാസ്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയും. അതാ മുകളിലൊന്നും താഴെ മൾട്ടിപ്പിൾ. പിന്നെ ഒരു ക്ലാസ് നമ്മൾ പുതിയ ക്ലാസ് ബി എന്ന് പറഞ്ഞിട്ട് പുതിയ ക്ലാസ് ഉണ്ടാക്കി, ആ ക്ലാസ്സിന് ആ പുതിയ ക്ലാസ്സിന് വീണ്ടും പുതിയ ക്ലാസ് ഉണ്ടാക്കി. അതാ 3 ലെവൽ ഉണ്ട്. അതുകൊണ്ട് അതിനെ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയും. ഇനി പല ക്ലാസ്സുകളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും, പല പ്രോപ്പർട്ടീസ് എടുത്ത് പുതിയൊരു ക്ലാസ് ഉണ്ടാക്കും. അതിനെ നമ്മൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയും. മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ പാരന്റ്സ് മൾട്ടിപ്പിൾ ഉണ്ടാവും. ദാ മുകളിൽ ക്ലാസ് എ ക്ലാസ് ബി എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, മൾട്ടിപ്പിൾ പാരന്റ്സ് ഉണ്ടാവും. അതിൽ നിന്ന് രണ്ടിൽ എടുത്തിട്ട് ഒരു സിംഗിൾ ക്ലാസ് ഉണ്ടാക്കും. അതിനെയാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. ഇതെല്ലാം കൂടി ചേർന്നതിനെയാണ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. അതായത് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസും ചേർന്നതാണ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. അത് ഇൻ ഡീറ്റെയിൽസ് പോകണമെന്നില്ല കേട്ടാ. ഈ ഒരു ടേമിൽ അത് വരാൻ ചാൻസ് കുറവാണ്. പോളിമോർഫിസം ഞാൻ നേരത്തെ പറഞ്ഞു, മെത്തേഡ് ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും ഉണ്ട്. അത് നമ്മൾ കഴിഞ്ഞ വർഷം എക്സാം എടുത്തതാണ്. ഇനി ചാപ്റ്റർ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ്. ഡാറ്റ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഒരു ഡാറ്റേനെ അറേഞ്ച് ചെയ്യുന്ന രീതിനെയാണ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയാം. അതിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ബുക്കൊക്കെ അടുക്കി വെച്ചേക്കുന്ന രീതി. അതായത് എപ്പോഴും നമ്മൾ സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇങ്ങനെയായിരിക്കും അടുക്കി വെച്ചിട്ടുണ്ടാവുക. നമ്മളെപ്പോഴും പുതിയ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്ന എവിടെയായിരിക്കും, ടോപ്പിലോട്ടായിരിക്കും, സ്റ്റാക്കിന്റെ ടോപ്പിലോട്ടായിരിക്കും. അതായത് ഇപ്പോൾ കുറേ പ്ലേറ്റുകൾ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു പ്ലേറ്റ് വെക്കുക എപ്പോഴും എങ്ങനെയാ, അതിന്റെ മുകളിലോട്ടല്ലേ വെക്കുക, ഏറ്റവും ടോപ്പിലോട്ടല്ലേ വെക്കുക. അതേപോലെ ഒരു പ്ലേറ്റ് ആദ്യം നിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ നിന്നല്ലേ എടുക്കുക, താഴെ നിന്നല്ലോ എടുക്കുക. താഴെ നിന്ന് എടുക്കുകയാണെങ്കിൽ എല്ലാം മറിഞ്ഞു പോകും അല്ലേ. സോ മുകളിൽ നിന്നല്ലേ എടുക്കുക. സോ ഇൻസേർഷനും ഡിലീഷനും ഒക്കെ നടക്കുന്നത് ടോപ്പ് എന്നുള്ള പൊസിഷനിലാണ്, ടോപ്പിലാണ്. സോ സ്റ്റാക്കിനെ അതുകൊണ്ട് തന്നെ വിളിക്കുന്ന പേരാണ് ലിഫോ സ്ട്രക്ചർ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സ്ട്രക്ചർ. അതായത് ഏറ്റവും ലാസ്റ്റ് വെച്ചതിനെ നമുക്ക് ഏറ്റവും ആദ്യം എടുക്കാൻ പറ്റുക അല്ലേ. ഏറ്റവും ലാസ്റ്റ് വെച്ചതിലേക്ക് ഏറ്റവും മുകളിൽ. സോ അതിനേക്ക് നമുക്ക് ഏറ്റവും ആദ്യം എടുക്കാൻ പറ്റുക. സോ അതുകൊണ്ടാണ് അതിനെ ലിഫോ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിന്റെ അൽഗോരിതം ഒന്ന് നോക്കി വെക്കുക. സാറേ ടൈം ഉണ്ടാവോ? സോ ഞാൻ ജസ്റ്റ് ഇൻസേർഷന്റെ അൽഗോരിതം ഒന്ന് പറഞ്ഞുതരാം. മറ്റേ ഡിലീഷനെ നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ. സോ നമ്മൾ അൽഗോരിതം നോക്കുന്നതിന് മുന്നേ എപ്പോഴും ആലോചിക്കേണ്ടതുണ്ട് ഒരു കാര്യമാണ്, ടോപ്പിലാണ് എപ്പോഴും ഇൻസേർട്ട് ചെയ്യുക, ടോപ്പിൽ നിന്നാണ് എപ്പോഴും ഡിലീറ്റും ചെയ്യുക. പിന്നെ ആലോചിക്കേണ്ടത്, ഇപ്പോ സ്റ്റാക്കിന്റെ സൈസും ടോപ്പും ഈക്വൽ ആവുക എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം സ്റ്റാക്ക് ഫുൾ ആണെന്നാണ്. ഓക്കെ. അതായത് ഒരു 10 എണ്ണം മാത്രം വെക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കാം. സോ അതിന്റെ ടോപ്പ് എന്ന് പറയുന്നത് എന്താ, 10ാമത്തെ എലമെന്റ് ആയിരിക്കും അല്ലേ. സോ ആ 10 എലമെന്റും വെച്ചു. ഞാൻ വീണ്ടും അപ്പോൾ അതിലെ ടോപ്പ് 10ാമത്തെ എലമെന്റ് ആണ്, 10 എണ്ണേ വെക്കാൻ പറ്റുള്ളൂ. സോ ടോപ്പിന്റെ വാല്യൂവും അതേപോലെ സൈസും സ്റ്റാക്കിന്റെ സൈസും ഈക്വൽ ആവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം സ്റ്റാക്ക് ഫുൾ ആണെന്നാണ്. സ്റ്റാക്ക് ഫുൾ ആണെന്നുള്ളതിന് ടേം പറയുന്നത്, ടെക്നിക്കലി പറയുന്നത് സ്റ്റാക്ക് ഓവർഫ്ലോ എന്നാണ്. ഓക്കെ. സോ ഇനി നമുക്ക് ഇൻസേർഷന്റെ അൽഗോരിതത്തിലൂടെ നടക്കാം. സോ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ ആദ്യം എന്ത് നമ്മൾ നോക്കണം, സ്റ്റാക്ക് ഫുൾ ആണോ നോക്കണം അല്ലേ. ഫുൾ അല്ലെങ്കിൽ മാത്രമേ ഇൻസേർട്ട് ചെയ്യാൻ പാടുള്ളൂ. സ്റ്റാക്ക് ഫുൾ അല്ല എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാവണം, എപ്പോഴും ടോപ്പ് സൈസിനേക്കാളും ചെറുതാണെങ്കിൽ. സോ 10 എണ്ണത്തിന് സ്പേസ് ഉണ്ട്, പക്ഷെ നമ്മൾ ടോപ്പിലെ എലമെന്റ് എന്ന് പറയുന്നത് 8ാമതാണെന്ന് ചോദിക്കുക. സോ എന്താ അതിന്റെ അർത്ഥം എന്താ, ഇനി 2 എണ്ണം വെക്കാൻ സ്പേസ് ഉണ്ട് എന്നല്ലേ. സോ എപ്പോഴും ടോപ്പ് സൈസിനേലും താഴെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇനി നമുക്ക് അതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. സോ അതാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്, ഫുൾ ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യേണ്ടത്, ഇൻസേർട്ട് ചെയ്യാൻ പാടുള്ളൂ. സോ അതാണ് ഇവിടെ ആദ്യത്തെ ഇതിൽ ചെയ്യുന്നത്. ഇഫ് ടോപ്പ് ലെസ് ദാൻ സൈസ്, സ്റ്റാക്കിന്റെ സൈസിനേലും താഴെയാണോ ടോപ്പ് നോക്കി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ടോപ്പ് ഒന്ന് കൂട്ടിയിട്ട് നേരെ അവിടേക്ക് വാല്യൂ എടുത്ത് വെക്കും അല്ലേ. നമ്മൾ പുതിയ വാല്യൂ വെക്കുമ്പോൾ തന്നെ ടോപ്പ് കൂടിയില്ലേ, കൂടി. ഇനി ഇൻ കേസ് ഇതല്ല കണ്ടീഷൻ, ടോപ്പ് ലെസ് ദാൻ സൈസ് അല്ല എന്നുണ്ടെങ്കിൽ ടോപ്പും സൈസും മിക്കവാറും ഈക്വൽ ആവാനാ ചാൻസ്. സോ ആ കേസ് എന്താ, സ്റ്റാക്ക് ഓവർഫ്ലോ, അതായത് സ്റ്റാക്ക് ഫുൾ ആണ്. സോ സിമ്പിൾ അല്ലേ. ഫസ്റ്റ് സ്റ്റാക്ക് ഫുൾ ആണോ നോക്കുക, ഫുൾ അല്ലെങ്കിൽ ടോപ്പ് ഒന്ന് കൂട്ടിയിട്ട് ആ ടോപ്പിലോട്ട് നമ്മൾ സാധനത്തിനെ വെക്കുക. ഓക്കെ. അതാണ് ഈ ഒരു അൽഗോരിതം പറയുന്നത്. ഇതേപോലെ നിങ്ങൾ ഡിലീറ്റ് ഒന്ന് നോക്കാം. ഓക്കെ. സോ ഡിലീറ്റിൽ എന്താ ചെക്ക് ചെയ്യേണ്ടത്, ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാക്ക് ഫുൾ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഡിലീറ്റിന്റെ കേസിൽ സ്റ്റാക്ക് എംപ്റ്റി ആണോ എന്ന് നമ്മൾ ആദ്യം നോക്കേണ്ടത്.
എം ടി ആണെങ്കിൽ പിന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ എം ടി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. സോ എം ടി ആവുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാക്കിന്റെ അവസ്ഥ എന്തായിരിക്കും? ടോപ്പ് എന്ന് പറയാനൊന്നും ഇല്ല അല്ലേ, -1 ആയിരിക്കും. സോ -1ലും മുകളിലാണെങ്കിലാണ് സ്റ്റാക്കിൽ നിന്ന് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 1 ആണ് ടോപ്പ് എന്നുണ്ടെങ്കിൽ ഒരു എലമെന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. സോ അതിന് ഡിലീറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. സോ 1ലും താഴെയാണെങ്കിൽ, സോ -1ലും മുകളിലാണെങ്കിൽ മാത്രം നമുക്ക് അതിനകത്ത് നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് ഇവിടെ ടോപ്പ് ഗ്രേറ്റർ ദാൻ -1 ആണോ നോക്കി, അതായത് ടോപ്പ് 0 അല്ലെങ്കിൽ 1 ആണ്, 0 എന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ, അതുകൊണ്ടാണ് ടോപ്പ് ഗ്രേറ്റർ ദാൻ -1 ആണോ നോക്കിയത്. എന്നിട്ട് അങ്ങനെയാണ്, അതായത് എന്തെങ്കിലും ഒരു എലമെന്റ് ഉണ്ട് എം ടി അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ആ ടോപ്പിലെ എലമെന്റിനെ എടുത്ത് നമ്മളൊരു വേരിയബിളിലോട്ട് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യും, അപ്പൊ ടോപ്പ് എന്തായി, മുകളിൽ നിന്ന് ഡാറ്റ എടുത്തു, അപ്പൊ ടോപ്പ് എന്ത് ചെയ്യും, ടോപ്പ് ഒന്ന് കുറഞ്ഞു അല്ലേ, ഏറ്റവും മുകളിലത്തെ സാധനം എടുത്തപ്പോ. അതാണ് ഇവിടെ ടോപ്പിക്കൽ ടോപ്പ് -1 ചെയ്തത്. ഓക്കെ, സോ ഇനിയിപ്പോ ഇൻ കേസ് ഈ ടോപ്പ് ഗ്രേറ്റർ ദാൻ -1 അല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ടോപ്പ് ഏറ്റവും താഴെ ആയിരിക്കും. അതിന്റെ അർത്ഥം എന്താ, സ്റ്റാക്ക് എം ടി ആണ് അല്ലേ. സോ അപ്പോൾ സ്റ്റാക്ക് അണ്ടർഫ്ലോ, സോ സ്റ്റാക്ക് ഫുൾ ആവുന്നതിനെ ഓവർഫ്ലോ എന്നും പറയും, സ്റ്റാക്ക് ഇതാവുന്നതിനെ അണ്ടർഫ്ലോ എന്നും പറയും. ഇനി ഇനി അടുത്ത 2 സ്ട്രക്ചേഴ്സ് ജസ്റ്റ് കോൺസെപ്റ്റ് മാത്രം പറഞ്ഞു പോവാ, ഇതൊന്നുമില്ല കേട്ടോ, ബാക്കി നിങ്ങളും വായിച്ചു നോക്കിയാൽ മതി. ക്യൂവിനെ പറയുന്നതാണ് ഫിഫോ സ്ട്രക്ചർ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഒരു ക്യൂവിൽ എപ്പോഴും ആദ്യം വന്ന ആളായിരിക്കും ഏറ്റവും ആദ്യം ഇറങ്ങുക അല്ലേ, ക്യൂ അങ്ങനെയല്ലേ വർക്ക് ചെയ്യാം. സോ ഇൻസേർഷൻ എപ്പോഴും ഫ്രണ്ട് എവിടെയാ നടക്കുക, അതുപോലെ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഡാറ്റയ്ക്ക് ഒരു പാർട്ട് ഉണ്ടാവും, അടുത്ത വേരിയബിളിലോട്ട് ഒരു ലിങ്കും ഉണ്ടാവും. അങ്ങനെ ഫോം ചെയ്തൊരു ലിസ്റ്റ് ഓഫ് എലമെന്റ്സിനെയാണ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയാം. ഇത് നമ്മൾ സ്ട്രക്ചേഴ്സും പോയിന്റർ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ C++ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്, ഇത് 3ആണ് നമ്മൾ നോക്കേണ്ടത് ഈ ചാപ്റ്ററിൽ. സ്റ്റാക്ക് ലിഫോ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ക്യൂ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സ്ട്രക്ചർ ആണ്. ആദ്യം വരുന്ന ആളെ ആദ്യം റിമൂവ് ചെയ്യും അല്ലേ. സോ എപ്പോഴും ക്യൂവിൽ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്ന എവിടെയാ, റിയറിലാണ്. ഏറ്റവും ബാക്കിലല്ലേ പുതിയ ആൾക്കാർ വന്ന് ചേരുക ഒരു ക്യൂവിൽ. സോ റിയറിലാണ് എപ്പോഴും പുതിയ ഡാറ്റ ആഡ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുന്നത് ഫ്രണ്ടിൽ നിന്നുമാണ്. ഓക്കെ, ഫൈൻ. സോ അത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവരും നന്നായി നോക്കുക, ഇമ്പോർട്ടൻറ്റ് കാര്യം നോക്കുക. നിങ്ങൾ ടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്മളെ മെറ്റീരിയൽ എന്തായാലും നോക്കണം കേട്ടോ. ആ മെറ്റീരിയൽ നോക്കി വായിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ശരി, ഓൾ ദ ബെസ്റ്റ്, ബൈ.